നമസ്കാരം. മോർണിംഗ് വൈബ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു നല്ല ദിവസം ആശംസിക്കുകയാണ്. ഞാൻ അശ്വതി. ഞാൻ എൽദോപ്പോൾ പുതുച്ചേരി. ഒരുപാട് വാർത്തകൾ, ഒരുപാട് വിശേഷങ്ങൾ. ഇന്ന് ലോക വയോജന ദിനമാണ്. അപ്പൊ അതിലൊരു പ്രതിഭ നമ്മുടെ ഒപ്പം ഉണ്ട്. തീർച്ചയായിട്ടും അതിഥികളുണ്ട്. ഒപ്പം എല്ലാ പ്രേക്ഷകർക്കും, വീട്ടിലുള്ള അമ്മമാർക്കും അച്ഛന്മാർക്കും പ്രായമായ എല്ലാവർക്കും, നമ്മുടെ മോർണിംഗ് ഷോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ആശംസകൾ അറിയിക്കുകയാണ്. ആശംസകൾ അപ്പുറം നിങ്ങൾക്ക് വേണ്ടത് പരിഗണനയാണ് എന്നുള്ള ഉത്തമ ബോധ്യത്തോടെ, അല്ലെ, ഊർജ്ജത്തോടെ നിൽക്കുക. അതിനുള്ള കുറെ മാതൃകകളും ഈ ഇടയ്ക്ക് നമ്മളിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ വളരെ പോസിറ്റീവായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. വാർത്തകളുടെ ഒരു വലിയ പ്രളയം ഇന്നുണ്ട്, അല്ലെ, വാർത്താ തുടർച്ചകളുണ്ട്. ഇന്നലെ സിദ്ദിഖിന്റെ ജാമ്യം അത് വലിയ രീതിയിലുള്ള ചർച്ചയായിട്ടുണ്ട്. എന്തായാലും 2 ആഴ്ചത്തേക്കാണ് ഇളവ് ലഭിച്ചിരിക്കുന്നത്. 2 ആഴ്ച കഴിയുമ്പോൾ കേസ് വീണ്ടും പരിഗണിക്കുമെന്നുള്ളതാണ്. ഉറപ്പായിട്ടും. അപ്പൊ സിദ്ദിഖിനി എങ്ങനെയാണ് അന്വേഷണ സംഘത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമൊക്കെയാണ് ഇങ്ങനെ കൗതുകത്തോടെ നോക്കുന്നത്, അല്ലെ? അപ്പോൾ ഉടൻ തന്നെ എത്തുമെന്നാണ് അഭിഭാഷകർ ഇന്നലെ അറിയിച്ചത്. സിദ്ദിഖിന്റെ അഭിഭാഷകർ അന്വേഷണത്തോട് പൂർണ്ണമായിട്ട് സഹകരിക്കണമെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങൾ ഈ ഘട്ടത്തിൽ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റൊന്ന് പ്രധാനമായിട്ട് ഈ കത്തി നിൽക്കുന്നത് മുഖ്യമന്ത്രി ഒരു ഹിന്ദു പത്രത്തിന് നൽകിയ അഭിമുഖത്തിലെ മലപ്പുറം പരാമർശം. അതിങ്ങനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നുണ്ട്. അതിൽ മുസ്ലിം ലീഗ് രംഗത്തെത്തിയിട്ടുണ്ട്, കോൺഗ്രസ് രംഗത്തെത്തിയിട്ടുണ്ട്. PV അൻവർ ഇന്നലെ വീണ്ടും അക്കാര്യം പത്രം എടുത്തുകാട്ടി ഉന്നയിക്കുകയുണ്ടായി. അപ്പോൾ അങ്ങനെ നിരവധിയായിട്ടുള്ള സാഹചര്യമുണ്ട്. അതിനൊക്കെ കൂടുതൽ പ്രതികരണങ്ങളും സംഭവം അതിന്റെ ഒരു ഡെവലപ്മെന്റ്സ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു, അല്ലേ? ഒപ്പം ആശുപത്രിയിലെ വൈദ്യുതി മുടങ്ങിയ സംഭവത്തിൽ, SAT-ലെ വൈദ്യുതി മുടങ്ങിയ സംഭവത്തിൽ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ അവിടെ വേണ്ട രീതിയിൽ രോഗികൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു എന്നാണ് അവർ പറയുന്നത്. അപ്പൊ അത് എത്രത്തോളം ശരിയാണ്? സംഭവം ഇന്നലെ ഒരു സിസേറിയൻ നടന്നിരുന്നു ടോർച്ചിന്റെ വെളിച്ചത്തിൽ. അത് നമ്മളെ ഞെട്ടിക്കുന്നതാണ്. ഒന്നാമത് ആരോഗ്യ കേരളം എന്നൊക്കെ ആരോഗ്യ കേരളം എന്നും ആരോഗ്യ രംഗത്ത് നമ്മൾ മുന്നിട്ട് നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അവാർഡുകളൊക്കെ വാരിക്കൂട്ടുമ്പോൾ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ രോഗികൾക്ക് അല്ലെങ്കിൽ കേരളത്തിലെ മലയാളികൾക്ക് പറ്റുന്നില്ല എന്നുള്ളത് നമ്മളെ വളരെയധികം മോശമാക്കുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഈ കാലപ്പഴക്കം ചെന്നതാണ് കാരണം എന്നൊക്കെ പറയുന്നത് വെറും മുട്ടാപ്പൊക്ക് ന്യായമെന്നേ പറയാനുള്ളൂ. എൽദോ, ഉറപ്പായി. അപ്പൊ നമ്മൾ എന്താണ് വിശദമായിട്ട് ഈ വാർത്തയിലേക്ക് കടക്കുകയാണ്. ഒരിക്കൽ കൂടി സ്വാഗതം മോർണിംഗ് വൈബ്സിലേക്ക്. നമ്മൾ ആദ്യം നേരത്തെ അശ്വതി സൂചിപ്പിച്ച പോലെ സിദ്ദിഖിന്റെ വാർത്തയിലേക്ക് തന്നെ പോവാം. ബലാത്സംഗ കേസിൽ ഇടക്കാല ജാമ്യം ലഭിച്ചതിന് പിന്നാലെ അന്വേഷണ സംഘത്തിന് മുൻപിൽ ഹാജരാകാൻ നടൻ സിദ്ദിഖ് തിരുവനന്തപുരത്ത് പ്രത്യേക അന്വേഷണ സംഘം മുൻപാകെ ചോദ്യം ചെയ്യലിന് ഹാജരാകും എന്നാണ് സൂചന. അഭിഭാഷകരുമായി ആലോചിച്ച ശേഷമാണ് തുടർ നടപടി ഉണ്ടാവുക. ഡാനി പോൾ ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ഡാനി, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും ഇടക്കാല ജാമ്യം, ഇടക്കാല ആശ്വാസമാണ് സിദ്ദിഖിന് ഇന്നലെ ഉണ്ടായത് സുപ്രീം കോടതിയിൽ നിന്നും. ഇനി സിദ്ദിഖിന്റെ നടപടികൾ, സിദ്ദിഖിന് മുന്നോട്ടുള്ള പോക്ക്, അത് എങ്ങനെയായിരിക്കും? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഗുഡ് മോർണിംഗ്. കേസിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസ് പിന്നീട് സുപ്രീം കോടതിയിൽ നിന്ന് അതിലൊരു അറസ്റ്റ് 2 ആഴ്ചത്തേക്ക് തടഞ്ഞുകൊണ്ട് ഒരു മുൻകൂർ ജാമ്യ സ്വഭാവം നൽകിക്കൊണ്ട് 2 ആഴ്ചത്തേക്ക് അറസ്റ്റ് തടയുന്നു. ഇതിൽ ഇനി എന്ത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും എല്ലാവരും തന്നെ ഉറ്റുനോക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം സിദ്ദിഖ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിലേക്ക് നോട്ടീസ് ലഭിക്കാതെ തന്നെ നേരിട്ട് എത്തുമോ എന്നതാണ്. ഇത് സംബന്ധിയായ കാര്യങ്ങളിൽ അഭിഭാഷകരുമായി ചർച്ച നടത്തിയതിന് ശേഷം മാത്രമേ സിദ്ദിഖ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ എത്താൻ സാധ്യതയുള്ളൂ എന്നാണ് ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. കാരണം ഇതിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിലേക്ക് നോട്ടീസ് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സാവകാശം, അതിനുവേണ്ടി കാത്തിരിക്കണോ എന്നത് സംബന്ധിച്ച് അഭിഭാഷകർ തമ്മിൽ ആലോചിക്കുന്നുണ്ട്. കാരണം ഒരു 2-3 ദിവസം ഒരുപക്ഷെ ഒരു നോട്ടീസ് കിട്ടുക, അതെവിടേക്കാണ്? സ്വാഭാവികമായും തിരുവനന്തപുരത്താണ് കേസ് നടക്കുന്നത്. അന്വേഷണ സംഘം തിരുവനന്തപുരത്ത് ആണ് കേന്ദ്രീകരിക്കുന്നത്. അപ്പോൾ അവിടേക്ക് തന്നെയാണ് സ്വാഭാവികമായും എത്തേണ്ടത്. അത് ഏത് ദിവസം എന്നത് സംബന്ധിയായ കാര്യങ്ങളിലാണ്. അതിന് നോട്ടീസ് നൽകുന്നത് വരെ കാത്തിരിക്കേണ്ടതുണ്ടോ എന്ന സംബന്ധിയായ അത്തരം കാര്യങ്ങളിൽ ഒരു കൂടിയാലോചനകളുണ്ട് എന്ന് തന്നെയാണ്. ഇത് സംബന്ധിച്ച് കൃത്യമായി സിദ്ദിഖിൻ്റെ അഭിഭാഷകർ പറഞ്ഞിട്ടില്ല. അന്വേഷണ സംഘത്തിലേക്ക് ഒട്ടും വൈകാതെ എത്തും എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. എങ്കിലും അവർക്കിടയിൽ ഈ നോട്ടീസ് ലഭിക്കുന്നത്, അത് സ്വാഭാവികമായി നോട്ടീസ് നൽകി അവർക്ക് വിളിച്ചു വരുത്താമെന്നതാണ് അതിൻ്റെ ഒരു പ്രൊസീജിയർ. ആ നോട്ടീസിന് വേണ്ടി കാത്തിരിക്കണോ എന്നത് മാത്രമാണ് അവർക്കിടയിലുള്ളൊരു ചർച്ച. എന്തായാലും സിദ്ദിഖ് വൈകാതെ തന്നെ അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് എത്തും. ഇന്നലെ ഇത് സംബന്ധിയായ കാര്യങ്ങളിൽ ഒരു അനിശ്ചിതത്വം നിലനിന്നു. വൈകാതെ എത്തുമെന്നത് ഇന്നലെ ഒരുപക്ഷെ ഉണ്ടായേക്കുമെന്ന രീതിയിൽ തന്നെയും സിദ്ദിഖ് അന്വേഷണ സംഘത്തിന് തിരുവനന്തപുരത്ത് കൊച്ചിയിലും എത്തിയേക്കാമെന്നൊരു വ്യൂഹം തന്നെ ഉണ്ടായിരുന്നു. പിന്നീടാണ് ഇതിലൊരു വ്യക്തതയിലേക്ക് വന്നത്. തിരുവനന്തപുരത്ത് തന്നെയാവും സിദ്ദിഖ് ഹാജരാകുക എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഒരു സ്ഥിരീകരണം അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷേ അത് എന്നത് സംബന്ധിച്ച്
വൈകാതെ അതിലൊരു വ്യക്തതയിലേക്ക് കടന്നേക്കും. നോട്ടീസ് ലഭിച്ചതിന് ശേഷമാണോ എത്തേണ്ടത്, അതോ അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് അടുത്ത ദിവസങ്ങളിൽ നേരിട്ട് ചെല്ലണമോ എന്നതാണ് അവർ സംസാരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട സിദ്ദിഖിന് മുൻകൂർ ജാമ്യം ലഭിക്കുമോ എന്നതടക്കമുള്ള കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യാപേക്ഷ നിരസിക്കപ്പെട്ടു. എന്നാൽ സുപ്രീം കോടതിയിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഉപാധികൾ നിശ്ചയിച്ചുകൊണ്ട് അത് ജാമ്യം അനുവദിച്ചിരിക്കുന്നു. 2 ആഴ്ചത്തേക്ക് അറസ്റ്റ് അടക്കം തടഞ്ഞുകൊണ്ടാണ് വന്നിരിക്കുന്നത്. ഇതിൽ ഈ കേസിൽ വളരെ നിർണായകമായത് ഇതിൽ അപേക്ഷ നൽകാൻ, അതായത് പരാതി നൽകാൻ വൈകിയതടക്കമുള്ള കാരണങ്ങളെ അടിവരയിട്ടുകൊണ്ടായിരുന്നു സുപ്രീം കോടതി ഇതിൽ വ്യക്തമായ ചോദ്യം സർക്കാരിനോടടക്കം ചോദിക്കുകയും ചെയ്തത്. അതിലും അതിൽ 2 ആഴ്ചത്തേക്ക് സിദ്ദിഖിൻ്റെ അറസ്റ്റ് തടഞ്ഞുകൊണ്ടാണ് സുപ്രീം കോടതി തീരുമാനമെടുത്തത്. ഇനി തുടർ നടപടികൾക്കായി സിദ്ദിഖ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിലേക്ക് എത്തും. ഡാനി, ഈ കീഴ്ക്കോടതി നൽകുന്ന വ്യവസ്ഥകൾക്കനുസരിച്ച് ഉള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണല്ലോ സുപ്രീം കോടതി നിർദ്ദേശിച്ചത്. അപ്പോൾ ഈ അഭിഭാഷകർ ഇന്നലെ അഡ്വക്കേറ്റ് രാമൻപിള്ള അതിൽ ഒരു പ്രതികരണമൊക്കെ നടത്തിയിരുന്നു. അപ്പോൾ എന്താണ് അവരുടെ ഒരു നീക്കം, എന്താണ് ഇനി കോടതിയുടെ വ്യവസ്ഥകൾ എന്തൊക്കെ? മാത്രമല്ല തിരുവനന്തപുരത്താണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അല്ലേ? മസ്കറ്റ് ഹോട്ടലിൽ വെച്ചാണ്, മസ്കറ്റ് ഹോട്ടലിൽ നടന്നു എന്നാണുള്ള പരാതി. അപ്പോൾ സിദ്ദിഖ് ഇന്ന് തന്നെ തിരുവനന്തപുരത്തേക്ക് വരുമെന്നുള്ള സൂചന എന്തെങ്കിലും നൽകുന്നുണ്ടോ? ഒപ്പം സിദ്ദിഖിന്റെ മകൻ, അദ്ദേഹമാണ് കൂടുതൽ പ്രതികരണങ്ങൾ നൽകുന്നത് സിദ്ദിഖിനെ സംബന്ധിച്ച്. എന്തെങ്കിലും വിവരങ്ങൾ അവർ നൽകുന്നുണ്ടോ? എൽദോ, ഇത് സംബന്ധിയായ കാര്യങ്ങളിൽ ഒരു വലിയ രീതിയിലുള്ളൊരു പ്രതികരണത്തിലേക്ക് ആരും തന്നെ കടന്നു വരുന്നില്ല എന്നത് തന്നെയാണ്. പ്രത്യേകിച്ച് സുപ്രീം കോടതി നൽകിയിരിക്കുന്ന ജാമ്യം ഉപാധികൾ, അതായത് വിചാരണ കോടതിയുടെ അടക്കമുള്ള നിബന്ധനകൾ പാലിച്ചുകൊണ്ട് തന്നെയാവണം ഇതിൽ മുന്നോട്ട് പോകണമെന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലേക്കുള്ള ഒരു പ്രതികരണങ്ങളിലേക്ക് തങ്ങൾ ഇനി അടുത്തത് എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഏത് രീതിയിലേക്ക് ഇനി മുന്നോട്ട് പോകുന്നു എന്നത് സംബന്ധിയായ കാര്യങ്ങളിൽ വലിയ സംസാരങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല. അതപ്പോൾ സിദ്ദിഖിൻ്റെ മകൻ ഷഹീൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും സിദ്ദിഖിൻ്റെ അഭിഭാഷകരുടെ ഭാഗത്തു നിന്ന്, രാമൻപിള്ള അസോസിയേഷൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും വലിയ രീതിയിലേക്ക് വരുന്നില്ല. ഇന്നലെ തന്നെയും അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ അഭിഭാഷകർ പറഞ്ഞത്, ഇതിൽ ചില ആലോചനകൾ ഞങ്ങൾ നടത്തുന്നു, പക്ഷേ വൈകാതെ ഞങ്ങൾ സിദ്ദിഖ് ഇവിടേക്ക് എത്തിച്ചേരും, അന്വേഷണം സംഘത്തിന് മുൻപാകെ എത്തിച്ചേരുമെന്നതാണ്. അതിൽ ഏറ്റവും പുതുതായുള്ളത് ഇനി അത് നോട്ടീസ് നൽകി വിളിപ്പിക്കുന്നില്ല. അന്വേഷണ സംഘത്തോട് പറയുമ്പോൾ നോട്ടീസ് നൽകി വിളിപ്പിക്കേണ്ടത് ഉണ്ട്. ആ രീതിയിലേക്ക് വരാം, അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് നേരിട്ട് എത്തുകയും ചെയ്യാം. അതിൽ ഏത് രീതിയാണ് എന്നതാണ്. അതിൽ നോട്ടീസ് നൽകി വിളിപ്പിക്കുന്നത് കൃത്യമായ രീതിയിലുള്ള അതിൻ്റെ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ടാണ്. ഒരു ദിവസം കൃത്യമായി അത് ഫിക്സ് ചെയ്തുകൊണ്ട് അന്വേഷണ സംഘം ഈ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള മുഴുവൻ തയ്യാറെടുപ്പുകളും എല്ലാം തന്നെ നടത്ത, വീഡിയോ റെക്കോർഡിംഗ് അടക്കമുള്ള കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളുമുണ്ട്. അപ്പോൾ അത്തരം മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ നടത്തിയതിന് ശേഷം, കാരണം നമ്മളിവിടെ കൊച്ചിയിൽ മറ്റ് കേസുകളിൽ കണ്ടതാണ്, മുകേഷ് അടക്കമുള്ള ആളുകളെ വിളിച്ച് ചോദ്യം ചെയ്യാനെല്ലാം തന്നെ വളരെ കൃത്യമായി നോട്ടീസ് നൽകി വിളിച്ചു വരുത്തുക, അതിനുശേഷം തന്നെ ഈ കാര്യങ്ങളെല്ലാം തന്നെ രേഖപ്പെടുത്തുക, പിന്നീട് അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തി വൈദ്യപരിശോധനയ്ക്ക് ശേഷം അവരെ വിട്ടയക്കുന്നു. അതെല്ലാം തന്നെ വിചാരണ കോടതി നൽകിയ ഇളവുകൾ, മുൻകൂർ ജാമ്യവുമായി ബന്ധപ്പെട്ട നൽകിയ ഇളവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ തന്നെയാണ് സുപ്രീം കോടതിയും നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്താണ് ആ വിചാരണ കോടതി അതിൻ്റെ ഒരു തീരുമാനം അടക്കമുള്ള കാര്യങ്ങൾ ഇതിൽ ഏതെങ്കിലും രീതിയിൽ ഗൈഡ് ലൈൻ വന്നിട്ടുണ്ടോ, അതനുസരിച്ച് തന്നെ മുന്നോട്ട് പോവുക എന്നത് തന്നെയാണ് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഇന്നലെ സുപ്രീം കോടതി വന്നേയുള്ളൂ, അതിൻ്റെ ഒരു വിശദാംശങ്ങളും മറ്റൊരു കാര്യം, സർക്കാരിന്റെ വിമർശനം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. എന്തുകൊണ്ട് 8 വർഷം ഇങ്ങനെ കാത്തിരുന്നു, എന്തുകൊണ്ടൊന്നും ചെയ്തില്ല എന്നുള്ളൊരു ചോദ്യം സർക്കാരിന്റെ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അന്വേഷണം തുടരുകയാണ് എന്നുള്ളതായിരുന്നു സർക്കാരിന്റെ മറുപടി കോടതിയിൽ. അതേസമയം വലിയ രീതിയിലുള്ള ഒരു വിമർശനം നടക്കുന്നത് ആദ്യം മുതൽ തന്നെ സിദ്ദിഖിന് ഇതിന് കൂടുതൽ സമയം കൊടുത്തു അന്വേഷണ സംഘം, അല്ലെങ്കിൽ അറസ്റ്റിലേക്ക് നേരത്തെ കാര്യങ്ങൾ നീക്കാമായിരുന്നു, ഇത്രയും കേരളത്തിന് പുറത്തുള്ള സിദ്ദിഖിനെ പോലുള്ള ഒരാളെ എന്തുകൊണ്ട് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നൊക്കെയുള്ള വിമർശനങ്ങൾ ഇപ്പോഴും ആ വിമർശനങ്ങൾ നിലനിൽക്കുന്നതല്ലേ? അവർ പറയുന്ന കാര്യങ്ങൾ അത് ഇപ്പോഴും നിലനിൽക്കുന്നതല്ലേ? തീർച്ചയായും. കാരണം ഈ കേസിൽ ഏറ്റവും കൂടുതൽ വിമർശന വിധേയമാകുന്നത് ഈ അന്വേഷണ സംഘം തന്നെയാണ്, അതിലൊരു സംശയവുമില്ല. ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുക മാത്രമല്ല ഉണ്ടായത്, നമുക്ക് എല്ലാവർക്കും അറിയാം. അതിരൂക്ഷമായ രീതിയിലുള്ള വിമർശനമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതിൽ
സുപ്രീം കോടതി സർക്കാരിനോട് ചോദിച്ച ഏറ്റവും വലിയ ചോദ്യം ഈ 8 വർഷം എന്ത് ചെയ്തു എന്നതടക്കമുള്ള കാര്യങ്ങൾ. പക്ഷേ ആ കാര്യം തന്നെയാണ് ഹൈക്കോടതി ഏറ്റവും കൂടുതൽ വിമർശന വിധേയമാക്കിയത്. എന്താണോ സിദ്ദിഖ സുപ്രീം കോടതിയിൽ പ്രധാനമായും ഉയർത്തിയതും അത് വിജയിക്കാനായതും ആ കാര്യം തന്നെ ഹൈക്കോടതിയിൽ അന്ന് പ്രധാന ചോദ്യമായപ്പോൾ വലിയ രീതിയിൽ വിമർശനമുണ്ടായിരുന്നു. ഒരിക്കലും ഇങ്ങനെ ഒരു പീഡനത്തിൽ പെടുന്ന ഒരാൾക്ക് ഇങ്ങനെ പരാതി പറയാനൊരു കാലതാമസം എടുത്തെങ്കിൽ അത് കണക്കാക്കേണ്ടതില്ല. അതിനെ പല കാരണങ്ങളും ഉണ്ടാകാം അവർ പരാതി നൽകാതിരിക്കുന്നത്. അതിനെ ഒരിക്കലും അതിൽ ഒരു കുഴപ്പമായി ചിത്രീകരിക്കാനായിട്ട് സാധിക്കുകയില്ല. ഇങ്ങനെയൊരു അതിജീവിതയെ യാതൊരു രീതിയിലും അപഹസിക്കാൻ കഴിയുകയില്ല. അവർ പരാതി വൈകിയതിനെ മറ്റൊരു രീതിയിലും ചോദ്യം ചെയ്യാൻ പാടില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ ജാമ്യം തള്ളുമ്പോൾ സിദ്ദിഖ ഈ കൊച്ചിയിൽ തന്നെ ഉണ്ടായിരുന്നു എന്നത് മൊബൈൽ ടവർ അടക്കമുള്ള കാര്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പറഞ്ഞിരുന്നത്. പക്ഷെ അതിനപ്പുറത്തേക്ക് മറ്റൊരു നിരീക്ഷണവും അന്വേഷണ സംഘം ആ സിദ്ദിഖിൻ്റെ പുറത്ത് ഏർപ്പെടുത്തിയിരുന്നില്ല എന്നതാണ്. അത് പിന്നീട് വലിയ രീതിയിലുള്ള വിമർശനത്തിലേക്ക് വന്നിരിക്കുന്നു. സിദ്ദിഖിനെ അന്വേഷിച്ചുകൊണ്ട് അടച്ചിട്ട വീടുകൾക്ക് മുന്നിലേക്ക് അന്വേഷണ സംഘം എത്തുകയെന്ന് പതിവ് കാഴ്ച പോലെ അവിടെ പുറത്തുനിന്ന് നോക്കി തിരിച്ചു പോരുന്നു. അത്തരം കാഴ്ചകൾക്കെല്ലാം നമ്മളടക്കമുള്ള മാധ്യമപ്രവർത്തകർ കണ്ടതാണ്, സാക്ഷികളായതാണ്. കാരണം അങ്ങനെ ഒരു മാമൂല അന്വേഷണങ്ങൾ മാത്രമാണ് സിദ്ദിഖിന് വേണ്ടി നടന്നത്. വലിയ രീതിയിൽ ഒരുപക്ഷെ മാധ്യമപ്രവർത്തകർ അന്വേഷിച്ച് നടന്നത്ര പോലും അന്വേഷണ സംഘം പോയിട്ടുണ്ടാകുമെന്ന കാര്യത്തിലെല്ലാം തന്നെ സംശയമുണ്ട്. അപ്പോൾ അതിലെല്ലാം തന്നെ വലിയ പഴി കേട്ടു. സിദ്ദിഖ ഈ സുപ്രീം കോടതിയിൽ ഹൈക്കോടതിയിൽ ജാമ്യം നിരസിക്കപ്പെട്ടു. പിന്നെയും ഒരു ദിവസം കൂടി എടുത്താണ് സുപ്രീം കോടതിയിലേക്ക് അടക്കം എത്തുന്നത്. അപ്പോൾ ഈ സമയം അത്രയും കേരള പോലീസിന് ഈ അന്വേഷണ സംഘം എന്തു ചെയ്യുകയായിരുന്നു, സാവകാശം ഒരുക്കി കൊടുത്തോ എന്ന വലിയ വിമർശനം ബാക്കിയുണ്ട്. ബാധ്യതയാവുന്ന ഒരു വിമർശനം തന്നെയാണ്. അതിൽ നേരത്തെ ഈ പരാതിക്കാരി പറഞ്ഞിരുന്നു തനിക്കെതിരെയുള്ള പരാതികളുടെ വിശദാംശങ്ങൾ പോലും മറ്റുള്ളവർക്ക് മാധ്യമങ്ങൾക്കടക്കം സിദ്ദിഖിനടക്കം ലഭ്യമാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ചെല്ലുന്നുണ്ട്. ഇതിനെ സംബന്ധിച്ച് അവരുടേതായ ഒരു പരാതിയും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് വായിച്ചുകൊണ്ട് തന്നെയാണ് അതിലൊരു പൊതുവിമർശനമായ അന്വേഷണ സംഘത്തിന് നേരെ ഉയരുകയും ചെയ്യുന്നത്. അത് ഏത് രീതിയിൽ ഈ കേസ് അന്വേഷണത്തിൽ ഇനി മുന്നോട്ട് പോകുമ്പോൾ അത് എങ്ങനെയാണ് അവരത് കൈകാര്യം ചെയ്യുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ കാണേണ്ടതാണ്. എന്തായാലും വലിയ വിമർശനമാണ് അന്വേഷണ സംഘത്തിന് ഇക്കാര്യത്തിൽ കേട്ടത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സിദ്ദിഖിനെ മേൽ നിരീക്ഷണം ഏർപ്പെടുത്താനുള്ള എല്ലാ സാധ്യതയും ഉണ്ടായിട്ട് അതും ഒന്നും ഉപയോഗിക്കാതെ തന്നെയാണ് സിദ്ദിഖിനെ പോലെ ഇത്രയും പ്രശസ്തനായ ഒരു വ്യക്തിക്ക് ഈ 2 ദിവസമെങ്കിൽ അത്രയും ദിവസം മാറി നിൽക്കാൻ സാധിച്ചത് എന്നതാണ് വലിയ വിമർശനമായി കേട്ടത്. ഇന്നലെ സുപ്രീം കോടതിയിൽ ജാമ്യം അനുവദിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. കാരണം അപ്പോൾ പ്രതിഭാഗം അഭിഭാഷകർ പറഞ്ഞ സിദ്ദിഖിനെ പോലെ പ്രശസ്തനായ ഒരു വ്യക്തി ഒരിക്കലും മാറി നിൽക്കുന്നില്ല, എപ്പോഴും വേണമെങ്കിലും അന്വേഷണ സംഘത്തോട് സഹകരിക്കും, മാറി നിൽക്കില്ല എന്നെല്ലാം തന്നെ അവർ അത് പറയുകയും ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഉന്നയിച്ച ചില കാര്യങ്ങൾ സുപ്രീം കോടതിയിൽ അത് സിദ്ദിഖിനെ പിടിവള്ളിയാകുന്ന കാഴ്ചയാണ് നമ്മളത് കാണുകയും ചെയ്തത്. ശരി, ഡാനി പോളാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഇതിലെ തുടർ നീക്കങ്ങൾ അത് നമുക്ക് നോക്കേണ്ടതുണ്ട്. സിദ്ദിഖിനെ ചോദ്യം ചെയ്യലിനായി സിദ്ദിഖിനെ തിരുവനന്തപുരത്തേക്ക് വിളിപ്പിക്കുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് വരും മണിക്കൂറുകളിൽ അറിയാം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഹിന്ദു ദിനപത്രത്തിലെ അഭിമുഖം പുതിയ രാഷ്ട്രീയ പോരാട്ടത്തിന് വഴി തുറന്നിരിക്കുകയാണ്. അഭിമുഖത്തിലെ പരാമർശങ്ങൾക്കെതിരെ മുസ്ലിം ലീഗും വി അൻവറും ഉൾപ്പെടെ അതിരൂക്ഷ വിമർശനങ്ങളുമായി രംഗത്തെത്തി. അതേസമയം മുഖ്യമന്ത്രിയുടെ പരാമർശങ്ങൾക്ക് പിന്നിൽ CPM-ന്റെ നയം മാറ്റമാണ് എന്ന വിലയിരുത്തലും ഉണ്ട്. യുദ്ധപ്രഖ്യാപനം നടത്തി മുന്നേറുന്ന PV അൻവർ എംപിലേക്ക് മറുപടി എന്നോണമാണ് ദി ഹിന്ദുവിലെ പിണറായി വിജയന്റെ പരാമർശങ്ങൾ. സ്വർണ്ണക്കടത്ത് കേസുകളിൽ സർക്കാർ സ്വീകരിച്ച നടപടികൾ മുഖ്യമന്ത്രി എണ്ണമിട്ട് വിശദീകരിക്കുന്നു. ഇതിനിടയിലാണ് കഴിഞ്ഞ കാലങ്ങളിൽ മലപ്പുറത്തു നിന്ന് പിടിച്ചെടുത്ത കള്ളക്കടത്ത് സ്വർണവും പണവും ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു എന്ന പരാമർശം മുഖ്യമന്ത്രി നടത്തിയത്. ഇതിനെതിരെ വലിയ വിമർശനമാണ് ഉയരുന്നത്. മുസ്ലിം ലീഗ് രൂക്ഷമായ ഭാഷയിൽ മുഖ്യമന്ത്രിയെ വിമർശിച്ചു. എന്തെങ്കിലും ഒരു തെളിവ് അദ്ദേഹത്തിന് വെക്കാണ്ടോ? എന്തെങ്കിലും ഒരു തെളിവ് മലപ്പുറം ജില്ലയിൽ ചെയ്തു എന്നത് കരിപ്പൂർ എയർപോർട്ട് അവിടെ ആയതുകൊണ്ട് ആ എയർപോർട്ടിലൂടെ വരുന്ന സ്വർണത്തെ കുറിച്ചായിരിക്കാം അദ്ദേഹം പറയുന്നത്. അത് മലപ്പുറം ജില്ലയിലാണ്. അവിടെ പിടിക്കപ്പെട്ടതിൽ ഏറെ കണ്ണൂർ ജില്ലക്കാരാണ്. കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള ആളുകൾ പോയിട്ടാണ് അവിടെ സ്വർണം കടത്തുന്നവരെ തട്ടിക്കൊണ്ടു പോകുന്നത്. ഇന്നലെ വൈകിട്ട് കോഴിക്കോട് മുതലക്കുളത്ത് നടന്ന പൊതുയോഗത്തിൽ PV അൻവർ എംഎൽഎയും മുഖ്യമന്ത്രിയെ കടന്നാക്രമിച്ചു. വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് പിണറായി വിജയൻ മലപ്പുറം വിമർശനം നടത്തിയതെന്നാണ് അൻവറിന്റെ പക്ഷം. ഇന്നെന്താണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത്? എന്റെ കയ്യിലുള്ളത് ഹിന്ദു ന്യൂസ് പേപ്പറാണ്.
നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇതാണ് എന്താണ് ഹെഡ്ലൈൻ? CPIM has always stridently opposed RSS and Hindutva forces in Kerala. അദ്ദേഹം പറയാണ് CPM ആണ് ഈ ഹിന്ദുത്വ ഫോഴ്സസിനെ ഇവിടെ ഏറ്റവും കൂടുതൽ ശക്തമായി നേരിട്ടിട്ടുള്ളത്. ഞാനത് പറയാനല്ല, അതിലൊരു വാസ്തവമുണ്ട്, അതിൽ തർക്കമില്ല. പക്ഷെ ഇപ്പോഴത്തെ സ്ഥിതി എന്ത്? അവിടെയാണ് പ്രശ്നം. ഇതിൽ അദ്ദേഹം പറഞ്ഞു വരുന്നത് മലപ്പുറം ജില്ല സംസ്ഥാനത്തെ ഏറ്റവും വലിയ ക്രിമിനൽ സംഘത്തിന്റെ കേന്ദ്രം. ആരോടാ പറയുന്നത്? ഹിന്ദു ന്യൂസ് പേപ്പറിനോട്. ലീഗിനും അൻവറിനും പിന്നാലെ മറ്റു നിരവധി സംഘടനകളും മുഖ്യമന്ത്രി മലപ്പുറം പരാമർശത്തിനെതിരെ രംഗത്ത് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം മുഖ്യമന്ത്രി വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് മലപ്പുറം വിമർശനം നടത്തിയത് എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനടക്കം നേരിട്ട കനത്ത തിരിച്ചടി മറികടക്കാൻ കൈവിട്ടുപോയ ഹിന്ദു പിന്നോക്കോട്ടുകൾ തിരിച്ചുപിടിക്കാനാണ് മുഖ്യമന്ത്രിയും പാർട്ടിയും ശ്രമിക്കുന്നതെന്ന് വിശ്വസിക്കുന്നവരും ഉണ്ട്. ഏതായാലും എന്താണ് ഉദ്ദേശിച്ചതെന്ന് മുഖ്യമന്ത്രിയും CPM വിശദീകരിക്കട്ടെ എന്നാണ് ഇവരും പറയുന്നത്. പൊളിറ്റിക്കൽ ഡെസ്ക്, ന്യൂസ് 18. മുഖ്യമന്ത്രിക്കെതിരെ കടുത്ത വിമർശനം തുടരുകയാണ് PV അൻവർ. മുഖ്യമന്ത്രി ഒരു സമുദായത്തെ കുറ്റക്കാരനാക്കുന്നുവെന്ന് കരിപ്പൂർ വിമാനത്താവളത്തിലെ സ്വർണ്ണക്കടത്തടക്കമുള്ള വിഷയങ്ങളിലെ പ്രതികരണം ചൂണ്ടിക്കാട്ടി അൻവർ ആരോപിച്ചു. ഇന്നും നാളെയുമായി മഞ്ചേരി, വേങ്ങര മണ്ഡലങ്ങളിൽ വിശദീകരണ യോഗം നടത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും കടുത്ത തൊണ്ടവേദനയെ തുടർന്ന് പരിപാടി അൻവർ മാറ്റിവെക്കുകയാണെന്ന് അറിയിച്ചു. ത്രോട്ട് ഇൻഫെക്ഷൻ കുറച്ച് കൂടിയതുകൊണ്ട് 2 ദിവസത്തെ മിനിമം റെസ്റ്റ് ഡോക്ടേഴ്സ് കമ്പൽസറി ആയി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് 2 പ്രോഗ്രാമുകളും താൽക്കാലികമായി മറ്റൊരു ഡേറ്റിലേക്ക് മാറ്റിവെക്കുകയാണ്. നല്ലവരായ ജനങ്ങൾ ഈ കാര്യം ഉൾക്കൊള്ളുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. 2 ദിവസത്തിന് ശേഷം അടുത്ത പൊതുയോഗത്തിന്റെ കാര്യങ്ങൾ വിശദമായി പോസ്റ്റ് ഇടുന്നതായിരിക്കും. CV അനുമോദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അനുമോദ്, ആദ്യം ഈ മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം അതിങ്ങനെ തീപിടിച്ച് വരികയാണ് ദിനം പ്രതി. അത് ഇനി ഇപ്പോൾ രമേശ് ചെന്നിത്തല കോൺഗ്രസിന് വേണ്ടി PMA സലാം ഇന്നലെ തന്നെ അൻവർ അത് വേദിയിൽ ഉന്നയിക്കുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ അത് വലിയ തോതിൽ വിവാദമായിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇതിനെ എങ്ങനെയാണ് മലപ്പുറം ഉറ്റുനോക്കുന്നത്? ഈ മുഖ്യമന്ത്രി ആ ഒരു കോണ്ടെക്സ്റ്റിൽ പറഞ്ഞതാണോ എന്നൊരു സംശയം ആ അഭിമുഖം വായിക്കുമ്പോൾ തോന്നുന്നു. യെൽദോ, ഗുഡ് മോർണിംഗ്. നമുക്കറിയാം മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ച് ഇത്രയും കൂടുതൽ സ്വർണവും ഇത്രയും കൂടുതൽ കേസുകളും എടുക്കുന്നു. ഇത് രാജ്യദ്രോഹത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെന്ന പരാമർശം സ്വാഭാവികമായിട്ടും മലപ്പുറത്ത് വലിയ പ്രതിഷേധങ്ങൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതുവരെ ഇടതുപക്ഷത്തിനൊപ്പം നിന്ന മുസ്ലിം സാമുദായിക സംഘടനകളും പരസ്യമായിട്ടുള്ള പ്രതിഷേധത്തിന് ഇറങ്ങുന്നു എന്നുള്ളതാണ്. ഇതിന് മലപ്പുറം ജില്ലയിലാണ് കരിപ്പൂർ വിമാനത്താവളം എന്നതുകൊണ്ട് അവിടെ നിന്നും മറ്റു ജില്ലകളിലേക്ക് കൊണ്ടുപോകാൻ ഉദ്ദേശിച്ച് ഉള്ള ഈ സ്വർണം മലപ്പുറത്ത് പിടികൂടുമ്പോൾ അത് മലപ്പുറത്തിൻ്റെ തലയിൽ കെട്ടിവെക്കുന്നു എന്നൊരു ആക്ഷേപമാണ് ഗൗരവതരമായിട്ട് ഉയരുന്നത്. അതായത് മലപ്പുറം ജില്ലയാണ് ഈ സ്വർണ്ണക്കടത്തിൻ്റെയും ഈ ഹവാലപ്പണത്തിൻ്റെയും എല്ലാം കേന്ദ്രം എന്ന തരത്തിൽ ഒരു പ്രതീതി ജനിപ്പിക്കാൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു സന്ദേശം നൽകുവാൻ ഈ ഒരു പ്രസ്താവന കൊണ്ട് കഴിയുന്നു എന്നാണ് പ്രധാനപ്പെട്ട ആക്ഷേപം. അതൊരു പരിധിവരെ ശരി തന്നെയാണെന്ന് പറയേണ്ടി വരും. കാരണം മലപ്പുറം ഈ ജില്ലയിലാണെങ്കിലും കരിപ്പൂരിൽ പിടികൂടുന്ന സ്വർണം ഇത് കൊണ്ടുവരുന്നതിൽ ഭൂരിഭാഗം പേരും മലപ്പുറം ജില്ലക്കാരല്ല. അതിൽ കോഴിക്കോടും കണ്ണൂരും കാസർഗോഡും പാലക്കാടും ഒക്കെ ഉൾപ്പെടുന്നവരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതെല്ലാം കൊണ്ടുപോകുന്നത് എവിടേക്കെന്ന ചോദ്യമാണ് ഉയരുന്നത്. അത്തരത്തിൽ ഈ കൊണ്ടുവരുന്ന ആളുകളുടെ സ്ഥലവും ഈ പിടികൂടുന്ന സ്ഥലവും മാത്രം കേന്ദ്രീകരിച്ച് സ്വർണ്ണക്കടത്തിന്റെ ആ ഒരു പ്രധാന കേന്ദ്രം മലപ്പുറമാണെന്ന സന്ദേശം നൽകുന്ന പ്രസ്താവനകൾ അത് മലപ്പുറത്തെ മുഴുവനായിട്ടും അപമാനിക്കുന്നതാണ്. മലപ്പുറത്തെ പൂർണ്ണമായിട്ടും ഇതിൻ്റെയൊക്കെ ഒരു കേന്ദ്രമായി ഹബ്ബായി മാറ്റുന്നു എന്ന പ്രതീതി ജനിപ്പിക്കുന്നതാണ് എന്ന ആക്ഷേപം അത് ഇതുവരെ ഇടതുപക്ഷത്തെ പിന്തുണച്ചവർ പോലും വലിയ പരാതിയായിട്ട് വരുമ്പോൾ ഇതിലെന്താണ് ഇനി ഇടതുപക്ഷത്തിന് പറയാനുള്ളത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമുക്കറിയാം PV അൻവർ ഇതിനോടകം തന്നെ ഈ ഒരു സ്വർണ്ണക്കടത്ത് കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേന്ദ്രീകരിച്ചാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രസംഗങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ വിമർശനങ്ങളും ഉള്ളത്. അദ്ദേഹം മുഖ്യമന്ത്രിക്കെതിരെ ഇന്നലെ തന്നെ മുതലക്കുളത്ത് ഈ കാര്യം തുറന്നടിച്ചു കഴിഞ്ഞു. കോൺഗ്രസും മുസ്ലിം ലീഗും ഒക്കെ ഇതേ നിലപാടുമായും രംഗത്തെത്തിക്കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി ഇതിൽ വിശദീകരണങ്ങൾ കൂടുതൽ നൽകാൻ സാധ്യതയുണ്ടോ?
ഇടതുപക്ഷത്തിന്റെ മറ്റു നേതാക്കൾ എന്താണ് ഇതിൽ പറയാനുള്ളത്? മലപ്പുറം കേന്ദ്രീകരിച്ച് ഇത്തരത്തിലൊരു സ്വർണ്ണക്കടത്ത് എന്ന സന്ദേശം നൽകുമ്പോൾ അതിന് രാഷ്ട്രീയ നീക്കങ്ങൾ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന ചോദ്യമൊക്കെ ഉയർന്നു. പ്രത്യേകിച്ച് അൻവർ ഇന്നലെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഡൽഹിയിൽ വെച്ചൊരു ഇംഗ്ലീഷ് പത്രത്തിന് ഇത്തരത്തിലൊരു അഭിമുഖം നൽകുമ്പോൾ അതിന്റെ ഉദ്ദേശം എന്താണെന്ന് വ്യക്തമാണ്. അത് RSSനെ പ്രീണിപ്പിക്കാനാണ് എന്ന തരത്തിൽ തന്നെയാണ് അൻവർ പറഞ്ഞിരുന്നത്. സ്വാഭാവികമായിട്ടും ഇതേ ആക്ഷേപം യൂത്ത് ലീഗും മുസ്ലിം ലീഗും എല്ലാം ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇടതുപക്ഷത്തെ RSSുമായി ചേർത്ത് വെച്ച് ഇപ്പോൾ അൻവർ നടത്തുന്ന വിമർശനങ്ങൾക്ക് കൂടുതൽ മൂർച്ച നൽകുന്ന ഒരു സാഹചര്യമാണ് മുഖ്യമന്ത്രിയുടെ ഈ അഭിമുഖം തീർത്തിരിക്കുന്നതെന്ന് പറയാതെ വയ്യ. എന്താണെങ്കിലും ഇന്ന് കൂടുതൽ പ്രതികരണങ്ങൾ ഇതിൽ വരാൻ സാധ്യതയുണ്ട്. യൂത്ത് ലീഗ് എല്ലാ പഞ്ചായത്ത് നഗരസഭാ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് പ്രതിഷേധങ്ങൾ നടത്തുന്നുണ്ട്. മുതിർന്ന നേതാക്കളുടെ പ്രതികരണത്തിന് സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തിലെ നേതാക്കൾ ഇതിലൊരു വിശദീകരണം അല്ലെങ്കിൽ ഇതിലൊരു വ്യക്തത വരുത്തുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. എന്താണെങ്കിലും മലപ്പുറം ഇത്തരം ഒരു ഹവാല സ്വർണ്ണക്കടത്ത് ദേശവിരുദ്ധ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമാകുന്നു എന്ന മുഖ്യമന്ത്രിയുടെ ഒരു പ്രസ്താവന അത് സ്വാഭാവികമായിട്ടും ഇത്രയും കാലം BJP RSS ഉന്നയിച്ചിരുന്ന ഒരു ആക്ഷേപങ്ങൾക്ക് സഹായം നൽകുന്നതാണെന്ന് പറയാതെ വയ്യ. അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകളിൽ നമുക്ക് വലിയ പ്രതിഷേധങ്ങൾ ഇവിടെ ഈ ഒരു വിഷയത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. എൽദോ റൈറ്റ്, അതാണ് പ്രധാനപ്പെട്ട കാര്യം. അനുമോദ്, ഇനി മറ്റൊരു കാര്യം, ഈ PV അൻവർ ഇപ്പോൾ ഇന്ന് നടത്താനിരുന്ന പരിപാടികളൊക്കെ മാറ്റിവെക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൻ്റെ ഒരു പ്രതികരണം കൂടി വേണം. കാരണം വലിയ കൗതുകത്തോടെ ഉറ്റുനോക്കുകയായിരുന്നു ഓരോ ദിവസത്തെയും അൻവറിൻ്റെ ഈ പൊതുയോഗങ്ങളും ജനങ്ങൾക്ക് മുമ്പിലുള്ള അദ്ദേഹത്തിൻ്റെ വാക്കുകളുമൊക്കെ. ഈ പൂർണ്ണമായും ഈ ശാരീരിക അസ്വസ്ഥത കൊണ്ട് മാത്രം തന്നെ മാറ്റിവെച്ചതാണ് എന്ന് കരുതാല്ലേ? തീർച്ചയായും അദ്ദേഹം ഇന്നലെ ഏറെ വൈകിയാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ ഇത്തരത്തിലൊരു വീഡിയോ സന്ദേശം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. കടുത്ത ശാരീരിക അസ്വസ്ഥത, തൊണ്ട വേദന ഇത് കാരണമാണ് മാറ്റിവെക്കുന്നതെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇന്ന് എറണാട് മണ്ഡലത്തിലെ അരീക്കോടും നാളെ മഞ്ചേരിയിലുമാണ് അദ്ദേഹത്തിന് പൊതുയോഗം നിശ്ചയിച്ചിട്ടുള്ളത്. മറ്റന്നാൾ വേങ്ങരയും. ഈ രണ്ട് പരിപാടികൾ മാറ്റിയതായിട്ടാണ് നിലവിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ലഭിച്ചിരിക്കുന്ന അറിയിപ്പ്. പക്ഷേ നമ്മൾ രാവിലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രതികരണം ലഭിക്കുമോ എന്ന് തേടുന്നുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം പാലോളി മുഹമ്മദ് കുട്ടിയെ പോലെയുള്ള മുതിർന്ന നേതാക്കൾ PV അൻവറിന് പിന്നിൽ വെൽഫെയർ പാർട്ടിയും SDPയും പോലെയുള്ള തീവ്ര സ്വഭാവമുള്ള സംഘടനകളാണെന്ന് ഗുരുതരമായ ആക്ഷേപം അദ്ദേഹത്തിനെതിരെ ഉന്നയിച്ചിട്ടുണ്ട്. അത്തരത്തിൽ തനിക്കെതിരെ ഉയർന്ന CPMന്റെ തന്നെ ഉന്നത നേതാക്കളിൽ നിന്നും വിമർശനം ഉയർന്ന സാഹചര്യത്തിൽ അതിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് പ്രതികരണം ഉണ്ടാകുമോ എന്ന് നമ്മൾ രാവിലെ തന്നെ ശ്രമിക്കുന്നുണ്ട്. രാവിലെ നമ്മൾ അദ്ദേഹത്തെ കാണാൻ നോക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി എങ്ങനെ ആണ് എന്നുള്ളത് അനുസരിച്ചായിരിക്കും പ്രതികരണത്തിൻ്റെ സാധ്യതകൾ. എന്താണെങ്കിലും ഒരു പൊതുപ്രസംഗത്തിന് കഴിയില്ലെങ്കിൽ പോലും മാധ്യമങ്ങളോട് സംസാരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. ഏതാണെങ്കിലും ഒരു 9 മണിയോടെ നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രതികരണം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതാണ് അനുമോദ്, ഒന്ന് തുടരുക. എന്തായാലും PV അൻവറിന് ത്രോട്ട് ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം എത്രയോ മണിക്കൂറുകളാണ് കഴിഞ്ഞ ദിവസമൊക്കെ പൊതുവേദിയിൽ സംസാരിച്ചത്. സ്വാഭാവികമാണ് എന്നുള്ളത് കൂടിയാണ് അതെടുത്ത് പറയേണ്ടത്. KT ജലീലിന്റെ പുസ്തകം സ്വർഗസ്ഥനായ ഗാന്ധിജി നാളെ പ്രകാശനം ചെയ്യുകയാണ്. പാർലമെന്റ് രാഷ്ട്രീയം അവസാനിപ്പിക്കുന്നതിന്റെ പ്രഖ്യാപനവും ഗാന്ധി ജയന്തി ദിനത്തിൽ ഉണ്ടാകും. വ്യത്യസ്ത വിഷയങ്ങളെ ആസ്പദമാക്കി KT ജലീൽ എഴുതിയ ലേഖനങ്ങളുടെ സമാഹാരമാണ് ഗാന്ധി ജയന്തി ദിനത്തിൽ പ്രകാശനം ചെയ്യുന്ന സ്വർഗസ്ഥനായ ഗാന്ധിജി. റിച്ചാർഡ് ആറ്റൻബറോയുടെ ഗാന്ധി സിനിമ കണ്ടാണ് ലോകം മഹാത്മാഗാന്ധിയെ മനസ്സിലാക്കിയതെന്ന നരേന്ദ്രമോദിയുടെ വിവാദ പ്രസ്താവനയാണ് പുസ്തകരചനയ്ക്ക് പ്രേരിപ്പിച്ചതെന്ന് KT ജലീൽ പറയുന്നു. രാഷ്ട്രീയ ഗുരുനാഥനായ കൊരമ്പയിൽ അഹമ്മദ് ഹാജിക്കും കോടിയേരി ബാലകൃഷ്ണനുമാണ് പുസ്തകം സമർപ്പിച്ചിരിക്കുന്നത്. കാവുമ്പുറത്ത് വീടിനടുത്തുള്ള പാറക്കൽ കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചാണ് പ്രകാശന ചടങ്ങ് നടക്കുന്നത്. രാജ്യസഭാംഗം ജോൺ ബ്രിട്ടാസാണ് പ്രകാശനം നിർവഹിക്കുന്നത്. പുസ്തകം ഏറ്റുവാങ്ങുന്നത് പത്മശ്രീ റാബിയയാണ്. പുസ്തക പരിചയം നടത്തുന്നത് പ്രൊഫസർ MM നാരായണനാണ്. P സുരേന്ദ്രൻ, മാനവേന്ദ്രനാഥ് തുടങ്ങിയ സാമൂഹ്യ സാഹിത്യ സാംസ്കാരിക മേഖലയിലെ പ്രമുഖരും ചടങ്ങിൽ സംബന്ധിക്കുന്നുണ്ട്. അധികാര രാഷ്ട്രീയത്തിൽ നിന്ന് മാറിക്കൊടുത്ത് പുതുതലമുറയ്ക്ക് അവസരങ്ങൾ നൽകണമെന്ന് ജലീൽ പറയുന്നു. പുസ്തക പ്രകാശനത്തിന് ശേഷം പാർലമെന്ററി രാഷ്ട്രീയം അവസാനിപ്പിക്കുന്നതിന്റെ പ്രഖ്യാപനവുമുണ്ടാകും. വളാഞ്ചേരി പാറക്കൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന പ്രകാശന ചടങ്ങിൽ പ്രമുഖർ പങ്കെടുക്കും. ന്യൂസ് 18 തിരൂർ.
CV അനുമോദ് തുടരുന്നുണ്ട്. അനുമോദ്, ഈ സ്വർഗസ്ഥനായ ഗാന്ധിജി നാളെ എത്തുമ്പോൾ അതിനേക്കാൾ ഉപരി പുസ്തകത്തിലെ കണ്ടന്റ് എന്താണെന്ന് ഒന്ന്, രണ്ട്, കൂടുതൽ എന്തൊക്കെയോ പറയാനുണ്ടെന്നുള്ള സൂചന ജലീൽ നൽകുന്നുണ്ടല്ലോ. ഈ അൻവറിന്റെ വഴിയെ ജലീലും ഒക്കെ പല മാധ്യമങ്ങളൊക്കെ കാണുന്ന സാഹചര്യം കൂടി ഉണ്ടായി. എന്താണ് പ്രതീക്ഷിക്കുന്നത് അനുമോദ്? ഈ ജലീൽ എന്തെങ്കിലുമൊക്കെ വെടിപൊട്ടിക്കുമോ? ഈ അൻവർ LDFന്റെ പാളയം വിട്ട് പുറത്തു പോയതിന്റെ പിന്നാലെ തന്നെ മാധ്യമങ്ങളെല്ലാം ഒന്നാകെ ജലീലിനോട് അദ്ദേഹത്തിന്റെ അഭിപ്രായം ചോദിക്കുന്നുണ്ട്. കാരണം അൻവർ മലപ്പുറം ജില്ലയിലെ പോലീസുകാർക്കെതിരെ ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തിയ അന്നു മുതൽ ജലീലും അൻവറിനൊപ്പമുണ്ട്. അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾക്ക് പിന്തുണയായി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ ആരോപണങ്ങൾ അത് ശരിയാണെന്ന് പറഞ്ഞിരുന്നു. മലപ്പുറത്തെ SP ശശിധരനെ മാറ്റിയപ്പോൾ അദ്ദേഹം RSS അനുഭാവിയാണെന്ന് ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ച് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. പക്ഷേ മുഖ്യമന്ത്രിക്കെതിരെ അൻവർ പറഞ്ഞു തുടങ്ങിയത് മുതൽ ജലീൽ ഇക്കാര്യത്തിൽ നിശബ്ദനാണ്. ഇതിലൊന്നും ഇനി ഞാൻ പറയുന്നില്ല, ഞാൻ എല്ലാം 2-ാം തീയതി വൈകുന്നേരം പറയാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു കാര്യം വ്യക്തമാണ്, അദ്ദേഹം ഇനി മത്സരിക്കാനുള്ള എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. പാർലമെന്റ് രാഷ്ട്രീയം താൻ അവസാനിപ്പിക്കുകയാണ്, ഇനിയൊരു മത്സരത്തിന് ഇല്ല. വ്യക്തിപരമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഇനി എഴുത്ത്, വായന, യാത്രകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. പക്ഷെ മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇതിന് മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും കണ്ടറിയേണ്ടത്. ഒന്ന്, അൻവറിനൊപ്പം ജലീൽ നിലകൊള്ളുമോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. PV അൻവറിന് ഇതുവരെ പരസ്യമായിട്ട് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രമുഖ നേതാക്കൾ ആരും രംഗത്തെത്തിയിട്ടില്ല മലപ്പുറത്ത് എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അപ്പോൾ മലപ്പുറത്ത് ലീഗിനെതിരെ ഇത്രയും കാലം വലിയ പോരാട്ടം നടത്തി ഇടതുപക്ഷത്തിൻ്റെ തന്നെ പ്രവർത്തകരെ, അവർക്ക് ഇടതുപക്ഷത്തിന് അഭിമാനം കൊള്ളുന്ന ഒരുപാട് നേട്ടങ്ങൾ സ്വന്തമാക്കി ഇത്രയും കാലം തുടർച്ചയായിട്ടൊരു മണ്ഡലത്തിൽ ജയിച്ചു കയറിയ ചരിത്രം സൃഷ്ടിച്ച ജലീൽ അൻവറിൻ്റെ ഒപ്പം കൂടെ ഉണ്ടാകുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഇടതുപക്ഷത്തിൽ നിന്ന് മാറുന്നു എന്ന് പറയുമ്പോൾ അത് സ്വതന്ത്രനായിട്ട് നിൽക്കുന്ന അൻവറിനൊപ്പമാകുമോ, അൻവറിന്റെ നിലപാടുകളെ സ്വീകരിച്ചുകൊണ്ടാകുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. അങ്ങനെ ജലീൽ കൂടി അൻവറിനൊപ്പം ചേരുകയാണെങ്കിൽ അത് മലപ്പുറം ജില്ലയിൽ മറ്റൊരു രാഷ്ട്രീയ സമവാക്യങ്ങൾക്കാണ് തുടക്കമിടുക. ഇടതുപക്ഷത്തിനെ സംബന്ധിച്ച് ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധി ഗുരുതരമാക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. എന്താണെങ്കിലും അൻവറിന് പറയാനുള്ള കാര്യങ്ങൾ തൻ്റെ പുസ്തകത്തിൻ്റെ അവസാന അധ്യായത്തിൽ പറയുന്നുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കുമ്പോൾ തന്നെ നാളെ വൈകുന്നേരം 4:30-ക്ക് തൻ്റെ വീട്ടിൽ വെച്ച് മാധ്യമങ്ങളോട് തൻ്റെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ വ്യക്തമാക്കുമെന്നാണ് പറയുന്നത്. എന്തായാലും പാർലമെന്ററി രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറുന്നു എന്ന് പറയുമ്പോൾ ഇനി അൻവറിൻ്റെ കൂടെ അല്ലെങ്കിൽ സമാന സ്വഭാവമുള്ള സ്വതന്ത്രരുടെ കൂടെ ഈ ഒരു പോരാട്ടങ്ങൾക്ക്, പ്രത്യേകിച്ച് അവർ ഉന്നയിച്ചിരിക്കുന്ന RSS വിരുദ്ധ പോരാട്ടങ്ങൾക്ക് മുന്നണി പോരാളികളിൽ ജലീൽ ഉണ്ടാകുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. എന്നാൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഈ അൻവർ ഉണ്ടാക്കിയ പ്രതിസന്ധി അതിന്റെ ആഴം കൂട്ടുമോ ജലീലിന്റെ നിലപാട് എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. മലപ്പുറത്തെ രാഷ്ട്രീയത്തിൽ വളരെ നിർണായകമാണ് നാളത്തെ ദിവസം. അതാണ് ഗാന്ധി ജയന്തി ദിനത്തിൽ. ശരി അനുമോദിന് നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗാന്ധി ജയന്തി ദിനത്തിൽ നമ്മൾ സാധാരണ കൊടുക്കുന്ന വാർത്തകൾക്ക് അപ്പുറത്തേക്ക് നാളെ ഒരു വിവാദ വാർത്ത കൊടുക്കേണ്ടി വരുമോ, അല്ലെങ്കിൽ ചർച്ച ചെയ്യേണ്ട വാർത്ത കൊടുക്കേണ്ടി വരുമോ എന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത്. ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ, കോഴിക്കോട് ചികിത്സാ പിഴവ് കാരണം രോഗി മരിച്ച സംഭവത്തിൽ വ്യാജ ഡോക്ടർ അറസ്റ്റിൽ. കോട്ടക്കടവ് TMH ആശുപത്രിയിലെ RMO ആയി ചികിത്സ നടത്തിയ വ്യാജ ഡോക്ടർ അബു എബ്രഹാം ലൂക്കിനെതിരെയാണ് പരാതി. രോഗിയുടെ മകനും സുഹൃത്തുക്കളും നടത്തിയ അന്വേഷണത്തിലാണ് ഈ വ്യാജ ഡോക്ടറെ കുടുക്കിയത്. MS അനീഷ് കുമാർ ചേരുന്നു വിവരങ്ങളുമായി. അനീഷ്, എന്തായാലും വ്യാജനാണ് എന്നുള്ളത് സ്ഥിരീകരിച്ചിരിക്കുകയാണല്ലോ. എന്താണ് ഇയാളുടെ പശ്ചാത്തലം, എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായും അങ്ങേയറ്റം ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. കാരണം നമ്മുടെ സംസ്ഥാനത്ത് ഈ സർക്കാർ സംവിധാനങ്ങൾക്കൊപ്പം തന്നെ സ്വകാര്യ സംവിധാനങ്ങളെയും ചികിത്സയ്ക്കായി രോഗികൾ ആശ്രയിക്കുന്ന ഒരു ഇടമാണ്. ഇത്തരത്തിലാണ് ഇവിടെ പ്രവർത്തിക്കുന്ന ഈ കോട്ടക്കടവിലുള്ള TMH ആശുപത്രിയിൽ ഏതാണ്ട് 5 വർഷത്തോളമായി പ്രവർത്തിച്ചു വന്നിരുന്ന ഒരു ആൾ വ്യാജ ഡോക്ടറാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ഇതിൽ ഒരു ആളുടെ ജീവൻ ബലി നൽകേണ്ടി വന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. കടലുണ്ടി പുച്ചേരിക്കുന്ന് പച്ചാട്ട് വീട്ടിൽ വിനോദ് കുമാർ എന്നയാളാണ് മരിച്ചത്. ഇദ്ദേഹത്തെ നെഞ്ചുവേദനയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മതിയായ ചികിത്സ ലഭ്യമാവാതെ വരികയായിരുന്നു. ഇതേ തുടർന്ന് അദ്ദേഹത്തിന്റെ മകൻ ഡോക്ടർ അശ്വിൻ നടത്തിയ അന്വേഷണത്തിലാണ് ഇക്കാര്യങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. നമുക്കൊപ്പം ഡോക്ടർ അശ്വിൻ തന്നെയുണ്ട്. ഡോക്ടറെ, അങ്ങേയറ്റം വളരെ ഗുരുതരമായ ഒരു ക്രൈമാണ് നടന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് സംഭവിച്ചത്? ഇപ്പോൾ 23 സെപ്റ്റംബറിന് രാവിലെ തന്നെ അച്ഛന് നെഞ്ചുവേദനയും ശ്വാസം മുട്ടുമായിട്ട് ഇവിടുന്ന് വീട്ടിൽ നിന്ന് കൊണ്ടുപോയതാണ്. അപ്പോൾ വളരെ അടുത്താണ് TMH ആശുപത്രി, ഒരു 5-10 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ അവിടെ എത്തിച്ചു, സ്ട്രെച്ചറിലകത്തേക്ക് എടുത്തു. അപ്പോൾ ഇനീഷ്യലായിട്ടുള്ള ഒരു ഫസ്റ്റ് എയ്ഡ് ട്രീറ്റ്മെൻറ്റ് കൊടുത്തില്ല എന്നാണ് അമ്മ അപ്പോൾ ആ സമയത്ത് പറഞ്ഞത്. എന്നെ ഫോൺ വിളിച്ചു. ഞാൻ ആ സമയത്ത് ചണ്ഡീഗഡാണ്.
ഞാൻ അവിടെ വർക്ക് ചെയ്യാണ്, ചണ്ഡീഗഡ് ഒരു ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പോൾ ആ ഒരു സമയത്ത് കൊടുക്കേണ്ട ട്രീറ്റ്മെൻറ്റ് കൊടുത്തില്ല എന്ന് പറഞ്ഞിരുന്നു. പിന്നെ ഇവിടെ വീട്ടിലേക്ക് ഞാൻ അന്ന് രാത്രിയാണ് എത്തിയത്. ഒരു 3-4 ദിവസത്തിന് ശേഷം വീട്ടിൽ വേറെ ഒരു മെഡിക്കൽ എമർജൻസി വന്നപ്പോൾ അതേ ആശുപത്രിയിൽ പോയപ്പോഴാണ് എൻ്റെ വൈഫും അവളും ഡോക്ടറാണ്. അവൾ ആ ഒരു ഡോക്ടറുടെ പേര്, അന്ന് നൈറ്റ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ അബു എബ്രഹാം ലൂക്ക് എന്ന് പറഞ്ഞ ഡോക്ടറുടെ പേര് ആ ഒരു ഡോക്ടേഴ്സ് ലിസ്റ്റിൽ കണ്ടപ്പോൾ തന്നെ ആളെ മനസ്സിലായി. KMCT ആശുപത്രിയിൽ 2011 തൊട്ടിട്ട് ഇതുവരെ MBBS ബിരുദം പാസ്സാവാതെ, സെക്കൻഡ് ഇയർ പോലും പാസ്സാവാതെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് അന്ന് അച്ഛന് ഫസ്റ്റ് എയ്ഡ് കൊടുത്തതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പോൾ നമ്മളൊക്കെ ഒരു മെഡിക്കൽ എമർജൻസി ആയിട്ട് രാത്രി ഒരു മെഡിക്കൽ എമർജൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്കും രോഗിക്ക് ബുദ്ധിമുട്ട് തോന്നിയിട്ടാണ് ഒരു രാത്രിയൊക്കെ ഒരാൾ പോവുക ഒരു ആശുപത്രിയിൽ. അപ്പം നമ്മൾ ആ സമയത്ത് ദൂരെയുള്ള ആശുപത്രിയിലേക്കല്ല, ആളെ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി അടുത്തുള്ള ആശുപത്രി തന്നെ എപ്പോഴും പോവുക. അവിടുന്ന് സ്റ്റേബിൾ ആയതിനു ശേഷമാണ് ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലേക്കൊക്കെ എത്തിക്കുക. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മളൊരു ട്രസ്റ്റ് വെച്ചിട്ടാണ് പോണത് ഇതുപോലത്തെ ആശുപത്രിയിലൊക്കെ. നമ്മുടെ അച്ഛനെയോ അമ്മയോ വേണ്ടപ്പെട്ടവരെയോ നോക്കുന്ന വ്യക്തി ഒരു മിനിമം ക്വാളിഫിക്കേഷൻ ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടാവും. അപ്പം അത് ആ ഒരു ട്രസ്റ്റാണ് ഇതായിപ്പോയത്, ബ്രേക്കായിപ്പോയത്. നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അന്വേഷണം നടത്തിയപ്പോൾ ക്ലിയർ ആയി അല്ലെ? MBBS കഴിഞ്ഞിട്ടില്ല എന്ന് വ്യക്തമായി. ഇത് സോഷ്യൽ മീഡിയയിലൊക്കെ എത്തുന്നതിന് മുന്നേ തന്നെ ഞങ്ങളുടെ ലെവലിൽ നടത്തിയ ഒരു അന്വേഷണത്തിൽ ക്ലിയർ ആയിരുന്നു. ഈവൻ നമ്മുടെ നാഷണൽ മെഡിക്കൽ കൗൺസിലിന്റെ ലിസ്റ്റിലൊക്കെ ഞങ്ങൾ നോക്കിയിരുന്നു, ഇദ്ദേഹത്തിന്റെ പേരടിച്ചു നോക്കി. അപ്പോൾ ഇദ്ദേഹത്തിന് രജിസ്ട്രേഷൻ ഇല്ലാന്ന് അപ്പം തന്നെ മനസ്സിലായിട്ടുണ്ട്. അതിനുശേഷമാണ് ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു അലഗേഷനുമായിട്ട് ഞാൻ മുന്നോട്ട് വന്നത്. ഹോസ്പിറ്റൽ എന്തെങ്കിലും എക്സ്പ്ലനേഷൻ ഹോസ്പിറ്റലിൽ വിളിച്ചിരുന്നു, അവരവരുടെ തെറ്റ് സമ്മതിച്ചു. മുന്നോട്ട് പോകരുതെന്നാണ് അവർ പറഞ്ഞത്. പക്ഷെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കാൻ കഴിയില്ല. എൻ്റെ അച്ഛൻ എന്തായാലും തിരിച്ചു വരില്ല. പക്ഷെ ഇതുപോലത്തെ ഒരു ദുർഗതി ആർക്കും വരരുതെന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് മാത്രം ഞാൻ ഇത് മുന്നോട്ട് കൊണ്ടുപോവാണ്. അച്ഛന്റെ നഷ്ടവും ഒപ്പം നിങ്ങൾ രണ്ടുപേരും ഡോക്ടറുമാണ് അല്ലെ? ഈ ജോലിക്കുണ്ടാകുന്ന ഒരു പവിത്രത കൂടിയുണ്ട്. ആളുകൾ വളരെ വിശ്വസിച്ചാണ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. അതെ, അങ്ങനെ ഒരു എത്തിക്കൽ പ്രശ്നം കൂടെ ഉണ്ട്. എത്തിക്കലാണ്, അൺഎത്തിക്കലാണ്, ഇല്ലീഗലാണ്. ഒരു MBBS കഴിയാത്തൊരു വ്യക്തി ഒരിക്കലും ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് നോക്കാൻ പറ്റില്ല. ഒരു ഡിപ്പാർട്ട്മെന്റ് നോക്കാൻ പറ്റില്ല, ഒരു ഡിപ്പാർട്ട്മെന്റ് നോക്കാൻ പറ്റില്ല. കംപ്ലീറ്റ് ചെയ്തായിരുന്നു കോഴ്സ്, അതോ ഈ 2 വർഷം കൊണ്ട് പഠനം നിർത്തിയ ആളാണോ? അദ്ദേഹം കുറെ വർഷങ്ങളായിട്ട് സെക്കൻഡ് ഇയർ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സെക്കൻഡ് ഇയർ കഴിഞ്ഞ് കഴിയുമ്പോൾ തേർഡ് ഇയർ, ഫൈനൽ ഇയർ, ഹൗസ് സർജൻസി, അങ്ങനെ കുറെ ഇനിയും ബാക്കിയുണ്ട്. എല്ലാ കടമ്പയും ബാക്കിയാണ്, തുടക്കമായതേ ഉള്ളൂ. ഒരു പരീക്ഷ മാത്രമേ ഇപ്പൊ ക്ലിയർ ആയിട്ടുള്ളൂ, ഇനിയും ഉണ്ട് കുറെ പരീക്ഷ ക്ലിയർ ചെയ്യാൻ. ഈ ആശുപത്രിക്കാരെന്താ പറയുന്നത്, എങ്ങനെ ഇയാളെ ജോലിക്കെടുത്തു എന്ന് പറയുന്നുണ്ട്? അങ്ങനെ എന്തെങ്കിലും എന്നെ വിളിച്ചവർ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒരു സിമിലർ ആയിട്ടുള്ള പേര് അബു സേവിയർ എന്ന് പറഞ്ഞ ഏതൊരു ഡോക്ടറിന്റെ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്തിട്ടാണ് അദ്ദേഹം കയറിയത്. അപ്പൊ തന്നെ ഞാൻ അവരോട് ചോദിച്ചു, അബു സേവിയറും അബു എബ്രഹാം ലൂക്കും തമ്മിൽ ഇത്രയും വ്യത്യാസം ഉണ്ടല്ലോ, അപ്പൊ ആ സമയത്ത് തന്നെ നിങ്ങൾക്കൊന്ന് കൺഫേം ചെയ്താൽ പോരായിരുന്നു. അത് കൺഫേം ചെയ്യേണ്ട ഡ്യൂട്ടി മാനേജ്മെന്റിന്റെയാണ്. അത് രോഗിയുടെ കൂടെ വരുന്ന റിലേറ്റീവിന്റെ ഡ്യൂട്ടി അല്ല. അവിടെ റിലേറ്റീവ്സിന് ഒരു മെഡിക്കൽ കെയർ കൊടുക്കുന്ന ഡോക്ടർ തന്നെയാണോ എന്ന് വിലയിരുത്തേണ്ടത് അവിടുത്തെ മാനേജ്മെന്റിന്റെ ഡ്യൂട്ടിയാണ്. ചിലപ്പോൾ അവർക്കും അറിയായിരിക്കും, ഇത് നേരത്തെ അറിഞ്ഞിട്ട് തന്നെയായിരിക്കും. കാരണം കുറഞ്ഞ വിലയ്ക്ക് നൈറ്റ് ഡ്യൂട്ടിക്ക് ഒരു ആളെ കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കും ഗുണം തന്നെയല്ലേ. അപ്പം ഇത് അറിയാതെ ഒരു 5 കൊല്ലത്തോളം ഇദ്ദേഹം അവിടെ വർക്ക് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഈ പഠിച്ചിറങ്ങുന്ന ആളുകൾക്ക് പോലും അവസരങ്ങൾ കുറയുന്ന കാലമാണ് അല്ലേ? അതെ. ഇതിനുശേഷം ഈ ഒരു ന്യൂസ് ഔട്ടായതിനു ശേഷം പലവരും എന്നെ വിളിച്ചിട്ടുണ്ട്. അപ്പം ഇതാണ് പറയുന്നത്, കോഴിക്കോട് ഡോക്ടർമാരുടെ കുറവൊന്നുമില്ല, ഇഷ്ടംപോലെ MBBS ഡോക്ടേഴ്സ് ഉണ്ട്. അവരൊന്നും ഈ ഹോസ്പിറ്റലുകാർ വിളിക്കാറില്ല. അത്രയും എല്ലായിടത്തും ഈ ഒരു MBBS പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ, അല്ലെങ്കിൽ ആയുർവേദം കഴിഞ്ഞവർ, അല്ലെങ്കിൽ വിദേശത്ത് പോയി റഷ്യയിലും ചൈനയിലും പഠിച്ചിട്ട് ഇവിടുത്തെ ഇന്ത്യയിലെ ലൈസൻസിങ് എക്സാം ക്ലിയർ ചെയ്യാത്ത ആൾക്കാർ, അവരൊക്കെ കുറഞ്ഞ പൈസയ്ക്ക് നൈറ്റ് ഡ്യൂട്ടിയൊക്കെ ചെയ്യുന്ന കാരണം അവരെയാണ് വിളിക്കാറ്. അല്ലാതെ MBBS കഴിഞ്ഞും യോഗ്യതയുള്ള ഡോക്ടർമാരെ വിളിക്കുന്നത് കുറവാണ്. ഇതിപ്പോ കേവലം ഈ ഒരൊറ്റ ആശുപത്രി കൊണ്ട് തീരുന്ന പ്രശ്നമല്ല അല്ലെ? അതീവ ഗുരുതരമായ ഒരു സ്കാൻഡലാണ് ഇതിന്റെ പിന്നിൽ വരുന്നത്. അതെ. നല്ല രീതിയിലൊന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ ഒരു വിധത്തിൽപ്പെട്ട എല്ലാ ആശുപത്രിയിലും ഇദ്ദേഹം ആയി കഴിഞ്ഞാലും TMHൽ വരുന്നതിന് മുന്നേ പേരെടുക്കാൻ താല്പര്യപ്പെടുന്നില്ല. അതുപോലത്തെ വലിയ വലിയ ആശുപത്രിയിൽ വർക്ക് ചെയ്തൊന്നും ആണ് അറിയാൻ കഴിഞ്ഞത് ഞങ്ങൾക്ക്. അപ്പോൾ ഈ കേവലം ചെറിയ രോഗങ്ങൾക്കൊക്കെ ചികിത്സയൊക്കെ നടന്നങ്ങ് പോകും. പക്ഷെ ഇതുപോലെ എമർജൻസി കെയർ ആവശ്യമുള്ള കാര്യങ്ങളിൽ എന്തൊക്കെ പറ്റിയിട്ടുണ്ടെന്ന് നമുക്കിപ്പോൾ പ്രഡിക്റ്റ് ചെയ്യാൻ പോലും പറ്റില്ല. ഇല്ല, അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അവിടെ ഇപ്പോൾ ആശുപത്രി പോയി കഴിഞ്ഞാൽ ഫ്രീ ചികിത്സ എന്തായാലും അല്ലല്ലോ. നമ്മൾ കുറച്ച് പൈസ കൊടുത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു MBBS ഡോക്ടറുടെ എങ്കിലും മിനിമം കെയർ കിട്ടുന്നതാണല്ലോ. അപ്പോൾ നമുക്ക് അതിന് പകരം നമ്മളെ പറ്റിച്ചുകൊണ്ടാണ് ഇതുപോലെ ഡിഗ്രി ഇല്ലാത്ത ഒരാളെ കൊണ്ട് നമ്മൾ ട്രീറ്റ് ചെയ്യിപ്പിക്കണം. അതിപ്പോൾ പനിയായിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാലോ നമ്മൾ നോക്കേണ്ടത് ഒരു പ്രോപ്പർ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറാണ്.
മറ്റെന്ത് ജോലിയിലും കുറച്ച് റിസ്ക് എടുത്താലും പ്രശ്നമില്ലെന്ന് വേണം പറയാം. പക്ഷെ ഒരു ആളുടെ ജീവൻ വെച്ചുള്ള കളി, ഇപ്പം താങ്കളുടെ വൈഫ് പോയതുകൊണ്ടും ആ പേര് കണ്ടുകൊണ്ടുമാണ് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. അല്ല, നിങ്ങൾ വിചാരിക്കും ഒരു വിധിക്ക് അല്ലേ? അതെ അതെ അതെ, കാരണം അത്രയും അവര് അത് പുറത്തു പോലും ആ പേരൊക്കെ ഡോക്ടർ അബു എബ്രഹാം ലൂക്ക് MBBS, ഈവൻ ഞങ്ങൾക്ക് അന്ന് അച്ഛൻ്റെ ആ ചീട്ടിന്റെ മേലെയും RMO പേരെഴുതിയിട്ടില്ലായിരുന്നു ആ ഒരു ചീട്ടില്. പക്ഷെ അതിൻ്റെ അടിയിൽ എന്താണ് ക്വാളിഫിക്കേഷൻ എന്നുള്ളതിൽ MBBS എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ആരും അത്ര പെട്ടെന്ന് അത് ഒരു ചോദ്യം ചെയ്യില്ല അങ്ങനെ ഒരു സംഭവം. അപ്പൊ ഇതിപ്പോ വൈഫ് കൂടെ വന്ന കാരണം, അവളിത് കണ്ടുപിടിച്ച കാരണം മാത്രമാണ് ഒരു നിമിത്തം പോലെ ഇതെല്ലാം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇതിപ്പം എങ്ങനെ, ഇതിന്റെ കംപ്ലൈന്റ് ഓൾറെഡി നിങ്ങൾ കൊടുത്തു കഴിഞ്ഞു. ഇത് സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകണം. കാരണം ഇതിപ്പോ പകുതി വഴിയിൽ വെച്ച് നിർത്താൻ കഴിയുന്ന ഒരു പ്രശ്നമല്ല. ഇതിപ്പോ ഇതുപോലത്തെ കുറെ ആൾക്കാർക്ക് ഇതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കപ്പെടേണ്ടി വന്നിട്ടുണ്ട്. ഭാവിയിൽ അതുപോലെ വരാനും പാടില്ല. ആ ഒരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും നമ്മളെയൊക്കെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് അദ്ദേഹം പറയുന്നത്. കാരണം ഈ പഠനം കഴിയാത്ത ആളുകളൊക്കെ പല ഇടങ്ങളിലും ഡ്യൂട്ടിക്ക് നിൽക്കുമ്പോൾ സ്വകാര്യ ആശുപത്രികൾക്ക് പണം മാത്രമാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. കാരണം ഈ പഠിക്കുന്ന വിദ്യാർത്ഥികളെ ഡ്യൂട്ടി കിട്ടാൽ വളരെ തുച്ഛമായ പണം നൽകിയാൽ മതി. നൂറുകണക്കിന് ഡോക്ടർമാരാണ് MBBS കഴിഞ്ഞ് ജോലി ലഭിക്കാതെ അല്ലെങ്കിൽ തുച്ഛമായ വേതനത്തിന് ആശുപത്രികളിൽ ജോലി എടുക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിലാണ് ഒരു യോഗ്യതയുമില്ലാത്ത 2ാം വർഷം പോലും പൂർത്തിയാക്കാൻ കഴിയാത്ത ഒരാൾ തുടർച്ചയായി 5 വർഷം ഈ ആശുപത്രിയിൽ ജോലി നോക്കുക. ഇതിനു മുമ്പ് മറ്റു ചില സ്വകാര്യ ആശുപത്രികളിൽ കൂടി ജോലി നോക്കിയിട്ടുണ്ടെന്ന വിവരമാണ് അദ്ദേഹം കണ്ടെത്തിയത്. വളരെ യാദൃച്ഛികമായാണ് ഇത്തരമൊരു കണ്ടുപിടുത്തം നടത്താൻ, ഈ കുറ്റക്കാരനെ കണ്ടെത്താൻ ഈ കുടുംബത്തിന് കഴിയുകയും ചെയ്ത്. ഇവർ രണ്ടുപേരും, ഈ ഡോക്ടർ അശ്വിനും അദ്ദേഹത്തിന്റെ ഭാര്യയും ഡോക്ടേഴ്സാണ്. അതുകൊണ്ട് മാത്രമാണ് അവർക്ക് ഒരുപക്ഷെ ഇത് കണ്ടെത്താൻ കഴിഞ്ഞത്. വിലപ്പെട്ട ഒരു ജീവനാണ് ഈ ഗുരുതരമായ അനാസ്ഥ കൊണ്ട് ആശുപത്രി അധികൃതരുടെയും ഈ വ്യാജ ഡോക്ടറുടെയും ഗുരുതരമായ അനാസ്ഥ കൊണ്ട് നഷ്ടമായിരിക്കുന്നത്. പരാതി ഇതിനകം തന്നെ പോലീസിലും മറ്റും നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെ രാത്രി ഈ അബു ലൂക്കിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുമുണ്ട്. എന്തായാലും അറസ്റ്റ് രേഖപ്പെടുത്തുന്ന അടക്കമുള്ള നടപടികൾ വൈകാതെ ഉണ്ടാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൾമാറാട്ടം, വഞ്ചന തുടങ്ങിയ കുറ്റങ്ങളാണ് നിലവിൽ ചുമത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ ഈ നരഹത്യ പോലുള്ള വകുപ്പുകൾ കൂടി ഉൾപ്പെടുത്തിയേക്കുമെന്ന വിവരങ്ങൾ തന്നെയാണ് ലഭിക്കുന്നത്. എന്തായാലും സമഗ്രമായൊരു ഓഡിറ്റിംഗ് സ്വകാര്യ ആശുപത്രികളിലും സർക്കാർ ആശുപത്രികളിലും ഒക്കെ ഡോക്ടർമാരുടെ യോഗ്യതയുമായി ബന്ധപ്പെട്ട് അനിവാര്യമാണ് എന്നത് തന്നെയാണ് ഈ സംഭവം നമ്മളെ മനസ്സിലാക്കിക്കുന്നത്. എൽദോ, ശരി. MS സനീഷ് കുമാറാണ്. എന്തായാലും വളരെ ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. അവർ ഡോക്ടർമാരായതുകൊണ്ടാണ് ഒരുപക്ഷെ അവർക്ക് മനസ്സിലായിരുന്നത്. സാധാരണക്കാർ ഇത് എങ്ങനെ അറിയുമെന്നുള്ളതാണ്. നമ്മൾ എങ്ങനെ ഒരു ഡോക്ടറുടെ ഡിഗ്രി സംബന്ധിച്ചും അയാളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചുമൊക്കെ കൂടുതൽ അറിയുമെന്നുള്ളതാണ്. അനീഷ് പറഞ്ഞതാണ്, കൃത്യമായ ഒരു ഓഡിറ്റിംഗ് അത് കൃത്യമായി വേണം എന്നുള്ളത് നമ്മുടെ ഈ ഓരോ സംഭവങ്ങളും ഓർമ്മപ്പെടുത്തുകയാണ്. CPM നേതാവ് കോടിയേരി ബാലകൃഷ്ണന്റെ അസാന്നിധ്യത്തിന് ഇന്ന് 2 ആണ്ടാവുകയാണ്. ഉള്ളിൽ നിന്ന് തന്നെയുള്ള പടനീക്കങ്ങൾ പാർട്ടിയെയും സർക്കാരിനെയും പ്രതിരോധത്തിലാക്കുമ്പോൾ കോടിയേരിയുടെ വില അറിയുകയാണ് CPM എന്ന പാർട്ടി. പാർട്ടി സമ്മേളനങ്ങളിൽ പോലും കോടിയേരി ഉണ്ടായിരുന്നെങ്കിൽ പാർട്ടി ഇങ്ങനെയൊക്കെ ആയിത്തീരുമായിരുന്നില്ലെന്ന് വിലപിക്കുകയാണ് സഖാക്കൾ. CPM-ൽ ഇത് സമ്മേളനകാലം. വിവാദ ചുഴിയിൽ നിലതെറ്റി പാർട്ടിയും സർക്കാരും ആടിയുലയുന്നു. ഏതു പ്രതിസന്ധി കാലത്തുമെന്ന പോലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഓരോ പ്രവർത്തകനും പറയുന്നുണ്ടാകും, കോടിയേരി ഉണ്ടായിരുന്നുവെങ്കിൽ. ഒരുപക്ഷെ മുൻപെന്നത്തെക്കാളും ഏറെ. പ്രത്യയശാസ്ത്രം പറയേണ്ടിടത്ത് പ്രത്യയശാസ്ത്രം, നിശിത വിമർശനം വേണ്ടിയിടത്ത് വിമർശനത്തിന്റെ കൂരമ്പ്, സമവായത്തിന്റെ, സൗഹൃദത്തിന്റെ നിറച്ചിരി, കുറുക്കിക്കൊള്ളുന്ന നർമ്മബോധം, എന്തും വഴങ്ങുമായിരുന്നു കോടിയേരിക്ക്. ബ്രാഞ്ച് അംഗം മുതൽ ആർക്കും സമീപിക്കാവുന്ന പാർട്ടി സെക്രട്ടറി, ഏവരെയും കേൾക്കാനുള്ള സൗമനസ്യം, സംസ്ഥാനത്തെവിടെയും താഴെത്തട്ടിലെ സഖാക്കളെ പോലും പേരെടുത്തു വിളിക്കാൻ തക്ക ഹൃദയബന്ധം, പ്രവർത്തന പരിചയം. ഉൾപാർട്ടി തർക്കങ്ങളിൽ മധ്യസ്ഥന്റെ റോളായിരുന്നു എന്നും കോടിയേരിക്ക്. ഉറച്ച നിലപാടുണ്ടാകും, പക്ഷവും. പക്ഷേ എതിർപക്ഷത്തെ പ്രധാനിക്ക് പോലും കോടിയേരിയോട് നീരസമുണ്ടാകില്ല. അതായിരുന്നു അദ്ദേഹത്തിന്റെ നയചാതുരി.
പാർട്ടിക്കുള്ളിൽ മാത്രമല്ല എതിർ പാർട്ടികളിലുള്ളവരുമായും ആഴമേറിയ സൗഹൃദം. മാധ്യമങ്ങളെ കൈകാര്യം ചെയ്യാനുമുണ്ടായിരുന്നു അസാധാരണമായ മെയ്വഴക്കം. പാർട്ടി പ്രതിസന്ധിയിലാകുമ്പോഴൊക്കെ രക്ഷാദൌത്യവുമായി കോടിയേരി ഇറങ്ങും. വിമർശനങ്ങളിലും വിവാദങ്ങളിലും പൊറുതിമുട്ടിയ ഒന്നാം പിണറായി സർക്കാരിനെയും നെഞ്ചുകൊടുത്ത് താങ്ങി നിർത്തിയത് പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ മർമ്മമറിഞ്ഞ കോടിയേരിയായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ പലപ്പോഴും മൗനത്തിലായിരുന്നുവെങ്കിലും കോടിയേരി ഉണ്ടായിരുന്നു സർക്കാരിനു വേണ്ടി വീറോടെ വാദിക്കാൻ. പിണറായി സർക്കാരിന് ഇപ്പോൾ ഇല്ലാതെ പോകുന്നതും ആ പിന്തുണയാണ്. മകനെതിരെ ആരോപണമുയർന്നപ്പോൾ അവൻ തെറ്റു ചെയ്തെങ്കിൽ ശിക്ഷ അനുഭവിക്കട്ടെ എന്നായിരുന്നു കോടിയേരി പറഞ്ഞത്. എന്നിട്ടും അവസാനിക്കാത്ത വിവാദങ്ങൾ പാർട്ടിയെ വലം വച്ചതോടെ സെക്രട്ടറി സ്ഥാനത്തു നിന്ന് മാറി നിന്ന കമ്മ്യൂണിസ്റ്റ് ബോധം. ഒരിക്കലും താൻ കാരണം പാർട്ടി പ്രതിസന്ധിയിലാകരുതെന്ന വാശിയുണ്ടായിരുന്നു കോടിയേരി ബാലകൃഷ്ണന്. എന്തുകൊണ്ട് കോടിയേരി CPM-ന് ഒരിക്കലും നികത്താനാകാത്ത നഷ്ടമായി മാറുന്നു എന്നതിനുത്തരവും ഇതൊക്കെ തന്നെ. ഒരു വിപ്ലവകാരി ഒരിക്കൽ മരണപ്പെടുന്നതോടുകൂടി അയാൾ മറക്കപ്പെടുന്നില്ല. അയാൾ കൂടുതൽ ഊർജമായി നമുക്ക് മുമ്പിൽ ഉയർന്നു നിൽക്കുകയാണ് ചെയ്യുന്നത്. VVR ന്യൂസ് 18 തിരുവനന്തപുരം. അതാണ് എൽദോ. എന്തായാലും 2 ആണ്ട് തികയുന്നു എന്ന് പറയുമ്പോൾ വളരെ വേഗം സമയം പോയി. അദ്ദേഹത്തിന്റെ അന്ത്യയാത്രയൊക്കെ കൃത്യമായി നമ്മൾ ഓർക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ കടമെടുത്താൽ ഒരു വിപ്ലവകാരി മരിക്കുമ്പോൾ കൂടുതൽ ശക്തനാകുന്നു എന്നുള്ളതാണ്. ആ വിടവ് CPM-ന് ഉണ്ട് എന്നുള്ളത്. അതെ, ഇപ്പോൾ ഉള്ള ഈ കാലത്ത് അത് അദ്ദേഹത്തിന്റെ വിടവ് സഖാക്കൾ ഓർക്കുന്നു എന്നുള്ളതാണ്. ഈ കോടിയേരി ബാലകൃഷ്ണന്റെ ഓർമ്മ ദിനത്തിൽ ഒരു അനുസ്മരണ കുറിപ്പ് CPM സംസ്ഥാന സെക്രട്ടറി ദേശാഭിമാനിയിൽ കുറിച്ചിട്ടുണ്ട്. അതിൽ PV അൻവറിനെതിരെ വിമർശനമുണ്ട്. പാർട്ടിക്കും സർക്കാരിനുമെതിരെ അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണമാണ് PV അൻവർ ഉന്നയിക്കുന്നതെന്ന് MV ഗോവിന്ദൻ കുറിക്കുന്നു. ഇടതുപക്ഷ സ്വതന്ത്ര MLA എന്ന നിലയിൽ സാമാന്യ മര്യാദ പാലിക്കാതെ പരസ്യപ്രസ്താവന നടത്തി പാർട്ടിക്കും മുഖ്യമന്ത്രിക്കുമെതിരെ നീങ്ങുകയാണ് അൻവർ. CPM-നെയും LDF-നെയും തകർക്കാനുള്ള സ്ഥാപിത താൽപര്യമാണെന്ന് വ്യക്തമാണെന്നും ഇതുകൊണ്ടൊന്നും മുന്നണിയെയും പാർട്ടിയെയും തകർക്കാനാവില്ലെന്നും ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിൽ MV ഗോവിന്ദൻ വിമർശിച്ചു. നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇന്ന് അന്താരാഷ്ട്ര വയോജന ദിനമാണ്. ഈ ദിവസം നമുക്ക് ഒരു അതിഥി ഉണ്ടാവുമെന്നും പറഞ്ഞിരുന്നു അല്ലേ? അതെ, തീർച്ചയായിട്ടും. അപ്പൊ ആരാണ് ഇന്ന് മോർണിംഗ് വൈബ്സിൽ നമുക്കൊപ്പം ചേരുന്നത്? MJ ജേക്കബ് സാറാണ്. അദ്ദേഹത്തെ നമുക്ക് എല്ലാവർക്കും അറിയാം, മുൻ MLA ആണ്. ഒപ്പം കായിക ഒരു സ്പോർട്സ് താരമാണ്. 83-ാം വയസ്സിലും മെഡലുകൾ വാരിക്കൂട്ടുന്ന താരമാണ് അദ്ദേഹം. MJ ജേക്കബ് സാർ, എനിക്ക് തോന്നുന്നു ചാക്കോ ചേട്ടൻ നാട്ടിലൊക്കെ പറയാ. ചാക്കോ ചേട്ടൻ, സ്വാഗതം മോർണിംഗ് വൈബ്സിലേക്ക്. നമസ്കാരം. 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 നമ്മള് അയൽക്കാരാണ് കേട്ടോ. ഞാൻ കോലഞ്ചേരിയാണ്. തിരുമാറാടി കോലഞ്ചേരിയൊക്കെ അടുത്ത സ്ഥലങ്ങളാണ്. അതെ 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 അതെ, ഞാൻ വന്നിട്ടുണ്ട് അവിടെ. അപ്പോ ഈ വയോജന ദിനത്തിന്റെ ഏറ്റവും എന്താ പറയാ എനർജറ്റിക് ആയിട്ടുള്ള ഒരു മുഖമായി ഞങ്ങൾക്ക് പ്രേക്ഷകർക്ക് മുന്നിൽ മറ്റൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. എങ്ങനെയാണ് ഇത്ര എനർജി ഈ 83-ാം വയസ്സിൽ? ഈ 83-ാം വയസ്സിൽ ഈ എനർജി ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്റെ ഒരു രഹസ്യം? അത് എന്താന്ന് വെച്ചാല് നമ്മുടെ മനസ്സ്, ഈ പ്രായം എന്ന് പറഞ്ഞ ഒരു നമ്പറാണ്. ഈ പറഞ്ഞാണ് നമ്മുടെ മനസ്സ് ആണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. എനിക്ക് പ്രായമായി എന്നൊരു തോന്നല് വന്ന് എവിടെയെങ്കിലും ഇപ്പൊ 83 വയസ്സുണ്ടെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഇരുന്നാ പിന്നെ എണീക്കുകയല്ലെന്നാ പറഞ്ഞു. കിടന്നാ പിന്നെ അവിടെ കിടക്കും, അങ്ങനെയാ പറയുന്നത്. അപ്പൊ തന്നെ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാന് ഈ 83 വയസ്സുണ്ടെങ്കിലും രാവിലെ 4 മണിക്ക് എണീക്കും. 4 മണിക്ക് എണീറ്റാൽ കുറച്ച് യോഗ എന്തെങ്കിലും ചെയ്യും, കുറെ എക്സസൈസ് ചെയ്തിട്ട് പിന്നെ ഇപ്പൊ ഞാൻ ചെയ്യുന്ന ചില ഐറ്റംസ് ഉണ്ട്. സ്പോർട്സ് രംഗത്ത് ഞാൻ പഠിക്കുന്ന കാലത്ത് ഞാൻ ആലുവ UC കോളേജ് 60-കളിലൊക്കെ പഠിക്കുമ്പോഴ് അന്ന് ഹർഡിൽ ചെയ്യുമായിരുന്നു. അപ്പൊ അതിനുശേഷം യഥാർത്ഥത്തില് എനിക്കൊരു ആക്സിഡന്റ് പറ്റി. ഈ കാക്കൂർ കാളയോട്ട മത്സരവുമായി ബന്ധപ്പെട്ട് കാളയുടെ പദം പിടിച്ച് ഓടുമ്പോൾ ഒരു അപകടം പറ്റി. അതിനുശേഷം ഞാൻ വിദ്യാർത്ഥി ജീവിതത്തില് അതിനുശേഷം സ്പോർട്സ് രംഗം നിർത്തിയിരുന്നു. പിന്നെ ഞാൻ MLA ആയപ്പോഴ്
ഈ മാസ്റ്റേഴ്സിന്റെ ഒരു മീറ്റ് എറണാകുളത്ത് മഹാരാജ് കോളേജ് ഗ്രൗണ്ടിൽ നടക്കുമ്പോൾ അത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഞാൻ എസ്എസ്സി ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പൊ ആ കാലത്ത് പരിചയമുള്ളവരെ എന്നെ വിളിച്ച് ഞാൻ അവിടെ പോയി അതിന്റെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് എന്താ പറയാ, ഞാൻ അതിനുശേഷം പഴയ ഓർമ്മ വെച്ച് ഞാൻ എന്റെ ഓടുകയും ചാടിയൊക്കെ ഒന്ന് നോക്കി, പ്രാക്ടീസ് ചെയ്ത് നോക്കി അവിടെ. അപ്പൊ എനിക്ക് തോന്നി നമുക്ക് ചെയ്യാൻ കഴിയും എന്നതിന്റെ അടിസ്ഥാനത്തില് ഈ 2006 ശേഷം ഞാൻ ഈ മാസ്റ്റേഴ്സിന്റെ ജില്ലാ, സംസ്ഥാന, ദേശീയ, ഏഷ്യൻ ലോക മീറ്റുകളിലൊക്കെ സ്ഥിരമായി പങ്കെടുക്കുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ടുള്ള ഒരു എന്താ വെച്ചാല് നമ്മുടെ ഒരു ശാരീരികമായിട്ടുള്ള ആരോഗ്യം നിലനിർത്താനായിട്ട് കഴിയും. ജേക്കബ് സാറേ, ഭക്ഷണത്തിൽ എന്തെങ്കിലുമൊക്കെ പരിമിതികളുണ്ടോ, ലിമിറ്റേഷൻസ് ഉണ്ടോ? ഭക്ഷണം എങ്ങനെയാണ് ഈ എപ്പോഴും നമ്മൾ യൗവനത്തിന്റെ വയസ്സായെങ്കിലും യൗവനം നിലനിർത്തുന്നു എന്ന് പറയുമ്പോൾ മമ്മൂട്ടിയുടെ കാര്യമൊക്കെയാണ് എല്ലാവരും പറയാറ്. അപ്പൊ അദ്ദേഹം ഭക്ഷണം അതുപോലെ വളരെ കുറച്ച് കഴിക്കുന്ന ആളാണ്. താങ്കളുടെ ഭക്ഷണക്രമമൊക്കെ എങ്ങനെയാണ്? ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ ഒരു സാധാരണ മനുഷ്യനാണ്. അപ്പൊ വീട്ടിലുണ്ടാക്കുന്ന സാധാരണ ഭക്ഷണങ്ങളൊക്കെ കഴിക്കും. പക്ഷെ അതൊരു കൂടുതലായിട്ട് അധികമായിട്ട് രാവിലെ ഇപ്പൊ വീട്ടില് ദോശയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കഴിക്കും. ഉച്ചയ്ക്ക് അത്യാവശ്യം നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണങ്ങളൊക്കെ. പക്ഷെ ഇതൊന്നും അമിതമായി കഴിക്കില്ല. പിന്നെ സാധാരണ ചെയ്യാന്ന് വെച്ചാൽ നമ്മളിപ്പോ ഈ പൊതുപ്രവർത്തകരൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായിട്ട് കല്യാണത്തിനും മറ്റു പരിപാടിക്കൊക്കെ ഒത്തിരി വിളിക്കും. അപ്പൊ അവിടെയൊക്കെ ചെല്ലുമ്പോൾ നമ്മള് കഴിയുമെങ്കിൽ ആ ഭക്ഷണം ഒഴിവാക്കും. വീട്ടിൽ വന്ന് അല്ലെങ്കിൽ നമുക്ക് പറ്റുന്ന ഭക്ഷണം കിട്ടുന്ന സ്ഥലത്തുനിന്ന് കഴിക്കുന്ന ഒരു ശീലമാണ്. അത് മിതമായ രീതിയിൽ കഴിക്കും. സാധാരണ പ്രശ്നമില്ല. പ്രത്യേകിച്ച് ഒരു സാധാരണ മനുഷ്യൻ എന്നുള്ള നിലയിൽ അങ്ങനെ ഒരു ചിട്ടയില്ല. ജീവിതത്തിൽ ഞാൻ എന്റെ മനസ്സിൽ കാണുന്ന ചില ചിട്ട കീപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. ശ്രീ എം ജെ ജേക്കബ്, ഞാൻ താങ്കളുടെ ഇലക്ഷൻ സമയത്തെ പറ്റി ആലോചിക്കും. ഈ തിരുമാറാടി പഞ്ചായത്തിന്റെ പ്രസിഡന്റായി 2 വട്ടം പഞ്ചായത്ത് മികച്ച പഞ്ചായത്തിലുള്ള പുരസ്കാരം ലഭിച്ചതാണ് എം ജെ ജേക്കബ് അതിന്റെ അധ്യക്ഷനായ സമയത്ത്. അതിനുശേഷമാണ് നിയമസഭയിലേക്ക് എത്തുന്നത്. ആ ഒരു വരവ് അതൊരു വലിയ വിജയമായിരുന്നു. ഈ പൊതുരംഗത്ത് ഇപ്പോഴും സജീവമായി തന്നെ ഇല്ലേ? കൊണ്ട് സജീവമായിട്ടുണ്ട്. കാരണം ഇപ്പൊ പ്രായമുള്ളതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് രംഗത്തിൽ നിന്നൊക്കെ ഇനി മത്സര രംഗത്തൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമുക്കറിയാം, ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ നമ്മൾ എങ്ങനെയാണോ ആ രംഗത്ത് വന്നത്, ആ വന്നതിന്റെ അനുസരിച്ചിട്ട് നിൽക്കുകയും അത് അതിനുശേഷം എല്ലാ പരിപാടികളിലൊക്കെ പങ്കെടുത്ത് നോക്കി സന്തോഷത്തോടു കൂടി നോക്കി കാണുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഞാൻ സ്വീകരിക്കാറ്. രംഗത്തൊന്നും ഒരിക്കലും വിട്ടു വന്നിട്ടില്ല. ഇപ്പോഴും അത്യാവശ്യം കാര്യങ്ങളിലൊക്കെ ബന്ധപ്പെടും. അങ്ങനെ ഒരു സജീവമായിട്ട് രംഗങ്ങളിലൊക്കെ ഉണ്ട്. എല്ലാവരും എന്നെ ബന്ധപ്പെടുത്തുന്നുമുണ്ട്. ഈ പൊതുപ്രവർത്തകനായിരുന്നപ്പോഴേ ഈ കായികക്ഷമത എന്തിനെങ്കിലുമൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ വേണ്ടി വന്നിട്ടുണ്ടോ? അല്ല, ഇത് ഞാൻ പറഞ്ഞില്ല, ഒരു 6 മണി ആയി കഴിഞ്ഞാൽ നമ്മളെ കാണാൻ ആളുകളൊക്കെ വരും. അപ്പൊ ഞാൻ ഈ 4 മണിക്ക് എണീക്കുന്ന ഒരു ശീലം വെച്ചത് ഈ 6 മണിക്ക് മുമ്പ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യും. അത്യാവശ്യം വേണ്ട എക്സസൈസ് ഒക്കെ ചെയ്യും. പിന്നെ ചെയ്യുന്ന എന്താ വെച്ചാല്, ഇപ്പൊ ഒരു മത്സരത്തിന് ഇപ്പൊ ഏഷ്യൻ മീറ്റിലോ അല്ലെങ്കിൽ വേൾഡ് മീറ്റിലോ പങ്കെടുക്കാനായിട്ട് പോവുകയാണെങ്കിൽ ആ ഐറ്റം ചെയ്യുന്ന ഐറ്റം ഇപ്പൊ 80 മീറ്റർ ഹാർഡിലാണ്, അല്ലെങ്കിൽ 200 മീറ്റർ ഹാർഡില്, അല്ലെങ്കിൽ ലോങ് ജമ്പ് ആണെങ്കിൽ അത് അതിന്റെ ഇപ്പൊ സിന്തറ്റിക് ട്രാക്കില് നമ്മുടെ മത്സരം എങ്ങനെയാണ് നടക്കുന്നതിനെ സംബന്ധിച്ചൊരു കാഴ്ചപ്പാടുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിപ്പോ എറണാകുളത്ത് ചെല്ലുവാണെങ്കിൽ മഹാരാജ് കോളേജ് ഗ്രൗണ്ടില്, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് പോവുകയാണെങ്കിൽ അവിടുത്തെ നമ്മുടെ യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തില്. അപ്പൊ അവിടെ അതിന്റെ ലെങ്തും ഹാർഡിലും ഒക്കെ എക്സാക്റ്റ് ആയിട്ട് എടുത്ത് വെച്ചിട്ട് അവിടെ അങ്ങനെ പ്രാക്ടീസ് ചെയ്യും. പിന്നെ റെഗുലർ ആയിട്ടുള്ള ചെയ്യുന്ന എന്നാ വെച്ച് കഴിഞ്ഞാൽ വ്യായാമം റെഗുലർ ആയിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി ഫിറ്റ് ആണെങ്കിൽ നമുക്ക് എന്താ പറയാ, നമ്മുടെ ശരീരം ഫിറ്റ് ആണെങ്കിൽ നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അതൊരു പരിശീലന രീതി. ഇന്ന് ഒരു പുരസ്കാരം ഏറ്റുവാങ്ങാൻ പോവുകയാണ് തോന്നുന്നു അല്ലേ? ഇന്ന് ഇപ്പൊ ഞാനിപ്പോ തിരൂരാണ്. തിരൂർ ഇപ്പൊ ഈ വയോശ്രേഷ്ഠ പുരസ്കാരമുണ്ടല്ലോ, സ്പോർട്സ്മാൻ എന്നുള്ള നിലയിൽ സംസ്ഥാന പുരസ്കാരം എനിക്ക് ആണ് ഇത്തവണ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് വാങ്ങാനായിട്ട് ഞാനിപ്പോ തിരൂരാണല്ലോ ഉള്ളത്. തിരൂര് വെച്ചിട്ടാണ് ഇന്ന് നടക്കുന്നത്. നമ്മുടെ സോഷ്യൽ ജസ്റ്റിസിന്റെയും ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഡോക്ടർ ബിന്ദു ആണെന്ന് തരുന്നത്. ഞാൻ അതിന് രാത്രിയോടെ എത്തിയാൻ. ഈ ഒരു കാര്യം കൂടി, റിലേ, ഹഡിൽസ്, ലോങ് ജമ്പ്, ഇത് 3 അല്ലേ പ്രധാന ഐറ്റം സാറിന്റെ ഈ അത്ലറ്റിക്സിൽ?
ചെയ്യാറുണ്ട്. എന്താ വെച്ചാല് ഞാൻ എന്റെ ഐറ്റം എന്താ വെച്ചാല് ഞാൻ ഹഡില് ചെയ്യും. ഹഡില് മുഖ്യമായിട്ട് ചെയ്യുന്ന ഒരു ഐറ്റം. അപ്പൊ ലോങ് ജമ്പും ചെയ്യും. ഈ റിലേ എന്ന് പറയുന്നത് 4 പേര് വേണമല്ലോ നമ്മളെ. 4 പേര് 4x100 അല്ലെങ്കിൽ 4x400 റിലേയില് നമുക്ക് 4 പേര് കൂടി ഓടുമ്പോഴാണ് നമുക്ക് അതിൽ വിജയിക്കാൻ കഴിയും. അപ്പൊ റിലേയും മിക്കവാറും എന്ന് വെച്ചാൽ ഓടുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഇപ്പൊ സ്റ്റേറ്റിനും അല്ലെങ്കിൽ നാഷണലിലോ അല്ലെങ്കിൽ ഇന്റർനാഷണലൊക്കെ ചെല്ലുമ്പോൾ റിലേയിൽ ഒരാളായി എന്നെ തെരഞ്ഞെടുക്കും. അപ്പൊ ഞാൻ അതില് ഓടും. അങ്ങനെ ആ കാര്യങ്ങൾ ചെയ്യാം. അതുപോലെ ഇപ്പൊ ഞാന് സ്റ്റിപ്പിൾ ചേസ് ചെയ്യാറുണ്ട്. 2000 മീറ്റർ സ്റ്റിപ്പിൾ ചേസ് ഒക്കെ ചിലപ്പോഴേ അതും ചെയ്യാറുണ്ട്. ഓക്കെ സാർ, ഇന്നിപ്പോ വയോജന ദിനമാണല്ലോ. അപ്പൊ നമ്മൾ ആ ദിനം ആചരിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളം വയോജന സൗഹൃദമാണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അത് താങ്കൾ ഈ ഒരു വയസ്സിൽ ഇരിക്കുമ്പോ താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? അല്ല, കേരളത്തിലെ വയോജനങ്ങള് സത്യത്തില് കേരളത്തിൽ നമ്മൾ ജീവിക്കുന്നതുകൊണ്ട് ഇന്ത്യയുടെ ശരാശരി ആയുസിനേക്കാളും 10 വർഷം കൂടുതൽ കേരളത്തിൽ നമ്മൾ ജനിച്ചതുകൊണ്ട് നമ്മുടെ ശരാശരി എടുത്തു നോക്കിയാല് ഓൾ ഇന്ത്യയിലെ ഇത് വെച്ച് നോക്കിയാല് എനിക്ക് കൃത്യമായിരിക്കണം എന്നില്ല, ഒരു 10 വയസ്സോടെ കേരളത്തിലെ ആളുകൾ കൂടുതൽ ജീവിക്കുന്നുണ്ട്. ഇപ്പൊ വയോജന ഇപ്പൊ എന്താ വെച്ചാല് ഈ ലോക്കൽ ബോഡീസ് ഒക്കെ വലിയ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. എല്ലാ ലോക്കൽ ബോഡീസും ഇല്ല. നമ്മുടെ പ്രാദേശിക ഭരണസ്ഥാപനങ്ങളുണ്ടല്ലോ, അവര് ഈ വയോജന ക്ഷേമത്തിന് വേണ്ടിയിട്ട് എല്ലാവരും ചെയ്യുന്നു എന്നല്ല, അതിന് താല്പര്യം എടുക്കുന്ന ചില ഇപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാല് ഞാന് ദീർഘകാലം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ആളാണ്. അന്ന് നിത്യദാന പ്രവർത്തനങ്ങൾ പോലും പഞ്ചായത്തുകൾക്ക് കറണ്ട് ഗ്യാസ് അടയ്ക്കാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ വെള്ളത്തിന്റെ ഈ വാട്ടർ ചാർജ് കൊടുക്കാനോ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം എടുക്കാനോ കഴിയാത്ത ഒരു കാലഘട്ടത്തില് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. അതിനുശേഷം ഈ ജനകീയ ആസൂത്രണമൊക്കെ വന്ന് പഞ്ചായത്തുകൾക്ക് അധികാരവും വിഭവവും ഒക്കെ കൈമാറ്റം ചെയ്തതിനു ശേഷവും പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. ആ വ്യത്യാസം ഞാൻ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് പഞ്ചായത്തുകൾക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ താല്പര്യമുള്ളവരാണ് അതിന്റെ ഭരണരംഗത്ത് ഇരിക്കുന്നതെങ്കിൽ ഇപ്പൊ ചെയ്യാൻ കഴിയുന്നത് പല പഞ്ചായത്തുകളും പല മുനിസിപ്പാലിറ്റികളും ജില്ലാ പഞ്ചായത്തുകളും കോർപ്പറേഷനും ഒക്കെ ഈ വയോജന രംഗത്ത് നല്ല പ്രവർത്തനം നടത്തുന്നുണ്ട്. ഏതായാലും നമ്മുടെ സമൂഹം വളരെ എൻലൈറ്റൻഡ് ആണ്. ഓക്കെ, ഈ അശ്വതി 2006 തെരഞ്ഞെടുപ്പിലെ TM ജേക്കബിനെ തോൽപ്പിച്ചാണ് പിറവത്ത് നിന്ന് MJ ജേക്കബ് നിയമസഭയിലേക്ക് എത്തുന്നത്. അതൊരു വലിയ ശ്രദ്ധ നേടിയ ഒരു പോരാട്ട ജയം കൂടിയാണ്. പിറവ് അത്രയും സ്ട്രോങ് ആയിട്ട് TM ജേക്കബിനൊപ്പം നിന്നതാണ്. അപ്പോൾ MJ ജേക്കബ്, ഞാനിപ്പോൾ ചോദിക്കാമെന്ന് മറ്റൊന്നാണ്. ഈ ഞാൻ എപ്പോഴും കണ്ടൊരു ദൃശ്യമുണ്ട്, ഒരു മറ്റേ ഫാക്ടറിയിലെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വാങ്ങിയ ഒരു ബുള്ളറ്റ് ഉണ്ടല്ലോ, ആ ബുള്ളറ്റ് ഇപ്പോഴും ഉണ്ടോ? ആ ബുള്ളറ്റിലാണ് സഞ്ചാരം. ഉണ്ട്, ബുള്ളറ്റ് ഞാൻ ഇപ്പോഴും ഓടിക്കാറുണ്ട്. കാരണം ഞാൻ ഇപ്പൊ എന്റെ സിംഗിൾ ഓണറാ. ഞാൻ ഈ പറഞ്ഞ 74 രജിസ്റ്റർ ചെയ്ത ഒരു വണ്ടിയാണ് KLF 8986. ആ വണ്ടി ഇപ്പോഴും എന്റെ കയ്യിലുണ്ട്. ഞാൻ ഇന്നലെയും കൂടെ ഓടിച്ച വണ്ടി. റെഡ് ആൻഡ് സിൽവർ അല്ലേ? എന്തോ ചുവന്ന ബുള്ളറ്റായി. അപ്പോ എന്തായാലും ഒരുപാട് സന്തോഷം അല്ലേ. ഞാന് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴ് ഈ പഞ്ചായത്തുകാര് നടത്തുന്ന FST ഉദ്യോഗസ്ഥനായി. എന്റെ ഒരു പ്രവർത്തനം പറഞ്ഞാല് ഐ സ്റ്റാർട്ടഡ് മൈ കരിയർ ആസ് എ മാനേജർ ഇൻ FST. MK നായർ സാറൊക്കെ ഉള്ള സമയത്താണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പഞ്ചായത്തുകൾ മത്സരിക്കുന്ന വന്നപ്പോഴേ മാനേജർമാർക്ക് മത്സരിക്കാനായിട്ട് കഴിയില്ല. കാരണം പൊളിറ്റിക്കൽ റൈറ്റ് ഇല്ല മാനേജേഴ്സിന്. അപ്പൊ അന്ന് നായർ സാർ എന്നോട് പറഞ്ഞു, ജേക്കബ് ജോലി കളയണ്ട, തന്നെ ഞാൻ നോൺ മാനേജർ ആക്കാന്നും പറഞ്ഞ് ഞാൻ 79 അങ്ങനെ പഞ്ചായത്തില് മത്സരിക്കുമ്പോൾ അങ്ങനെ മത്സരിച്ച ഒരാളാണ്. അങ്ങനെ പഞ്ചായത്തില് അങ്ങനെ ഞാൻ ജോലിയിൽ ഇരുന്നുകൊണ്ട് തന്നെ ഈ പ്രവർത്തനങ്ങളൊക്കെ നടത്താൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത്, നമ്മളൊരു ഈ ജീവിത സായാഹ്നം എന്നൊക്കെ പറയുമ്പോ നമ്മൾ ചിന്തിച്ച കാര്യങ്ങളെല്ലാം നടത്തിയെടുക്കാൻ താങ്കൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം ഇതുവരെ നടത്തിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും ഇനി ഒരു ലക്ഷ്യമുണ്ടോ? അല്ല, ആഗ്രഹിച്ച ഞാൻ വ്യക്തിപരമായ ആഗ്രഹങ്ങളല്ല. ഞാൻ പറഞ്ഞില്ല, എന്റെ ജോലിയാണ്. എനിക്ക് വേണമെങ്കിൽ മുകളിലോട്ട് പോയെങ്കിൽ FSTയിലൊന്ന് വലിയ നിലയിലാവുക. പക്ഷെ ഞാൻ അതിൽ നിന്ന് മാറിയിട്ട് തിരിച്ച് വേറെ, കാരണം അവിടെ താമസിക്കാനൊക്കെ എല്ലാ സൗകര്യമുണ്ട്. അമ്പലവീട്ടിലൊക്കെ നല്ല താമസ സൗകര്യമുണ്ട്. അപ്പൊ ഞാൻ അത് ചെയ്യാതെ
എന്റെ നാട്ടിൽ വന്ന് വീട്ടിൽ താമസിച്ചുകൊണ്ട് അത്യാവശ്യം ഈ പൊതുപ്രവർത്തനത്തിന് വന്ന് താല്പര്യമുള്ളതുകൊണ്ട് രണ്ടും കൂടെ സൈമിൾട്ടേനിയസ് ആയിട്ട് അത് യോജിപ്പിച്ചുകൊണ്ട് പോകാനായിട്ട് കഴിഞ്ഞത്. എന്നുവെച്ചാൽ നമ്മുടെ ഏത് കാര്യം വിജയിക്കണമെങ്കിൽ ഒരു നല്ല ലക്ഷ്യവും അതിനുവേണ്ടി പ്രവർത്തിക്കാനായിട്ട് ഉള്ള ഒരു മനസ്സും, അത് വെറുതെ ഒരു ദിവസം പ്രവർത്തിച്ചാൽ മാത്രം പോരാ, കോൺസ്റ്റന്റ് ആയിട്ട് സ്റ്റഡി ആയിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞാല് ഒരു ലക്ഷ്യം. നമുക്കറിയാം, ഇപ്പൊ ഒരു കാര്യം നടക്കണമെങ്കിൽ അതിന് ഇപ്പൊ ഉദാഹരണത്തിന് റോഡിന്റെ പ്രോജക്റ്റ് വേണം. അപ്പൊ അത് നടക്കണമെങ്കിൽ അതിന് എസ്റ്റിമേറ്റ് വേണം. അതിന്റെ ആ എസ്റ്റിമേറ്റിന് കോമ്പറ്റന്റ് അതോറിറ്റി സാങ്ഷൻ വേണം. അത് അവസാനം സാങ്ഷൻ കിട്ടി ടെൻഡർ ചെയ്യണം. ടെൻഡർ ചെയ്ത് കഴിഞ്ഞ് അതിന്റെ ഇംപ്ലിമെന്റേഷൻ വരണം. അപ്പൊ അതൊക്കെ ക്ഷമയോടുകൂടി കോൺസ്റ്റന്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്താൽ നടക്കും. ഞാനിപ്പോ മണിമലക്കുന്ന് ഒരു ഗവൺമെന്റ് കോളേജ് ഉണ്ട് ഞങ്ങളുടെ നാട്ടില്. ആ കോളേജിന്റെ പ്രവർത്തനം എന്നാ വെച്ച് കഴിഞ്ഞാല് സീറോയും ഒന്നുമില്ലായ്മയും തുടങ്ങിയാണ് ഗവൺമെന്റ് കോളേജ് അവിടെ ഉണ്ടായത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഈ മണിമലക്കോട് ഗവൺമെന്റ് കോളേജിന്റെ തുടക്കം, അതിന്റെ അത് ശ്രമം, ആ സൊസൈറ്റി രൂപീകരിച്ചതൊക്കെ താങ്കളുടെ നേതൃത്വത്തിലാണ്. അത് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ അതിനപ്പുറത്തേക്ക് ഞാൻ മറ്റൊരു കാര്യം ചോദിക്കട്ടെ, ഈ ഒരുപാട് രാജ്യങ്ങളായാലോ ഈ അത്ലറ്റിക്സിന് വേണ്ടി മാത്രം എനിക്ക് തോന്നുന്നു ഒരു 8-10 രാജ്യങ്ങളിൽ സന്ദർശനം നടത്തിയെന്ന് തോന്നുന്നല്ലേ. ഈ യാത്ര എങ്ങനെയാണ്? യാത്രകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണോ, പ്രത്യേകിച്ചും വിദേശ യാത്രകളൊക്കെ? അല്ല, യാത്ര ഒരു കാര്യത്തിന് യാത്രകൾ നല്ല ഇതാണല്ലോ. നമ്മളിപ്പോ എന്നാ വെച്ച് കഴിഞ്ഞാൽ പോകുമ്പോ സാധാരണ ഈ പോകാനായിട്ട് താല്പര്യം ഈ നമ്മളൊരു ലക്ഷ്യത്തിന് വേണ്ടിയാ പോണേ. അവിടെ ചെല്ലുമ്പോഴ് ഇപ്പൊ മത്സരിക്കാൻ പോകുമ്പോ മത്സരമുള്ള ദിവസങ്ങളിലൊന്നും മറ്റു കാര്യങ്ങൾക്ക് പോകില്ല, അതിൽ തന്നെ ശ്രദ്ധിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഗ്യാപ്പ് കിട്ടുമ്പോ നമ്മൾ തൊട്ടടുത്ത് പോകാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ പോവുകയും കാണും. ഇപ്പൊ ഉദാഹരണത്തിന് സെഞ്ചൻ വിസ കിട്ടി യൂറോപ്യൻ രാജ്യങ്ങളിൽ പോവുകയാണെങ്കിൽ അവിടെ അടുത്ത രാജ്യങ്ങളാ. ഇപ്പൊ ഈ പറഞ്ഞോണം ഫ്രാൻസിൽ ചെന്നാൽ ജർമ്മനിയിലോ അല്ലെങ്കിൽ ഇറ്റലിയിലോ ഒക്കെ പോകാനായിട്ട് കഴിയും. അപ്പൊ അത് താമസിക്കുന്നിടന്ന് ഒരു കിട്ടുന്ന ഗ്യാപ്പിൽ നമ്മൾ അവിടെയൊക്കെ പോകും. അങ്ങനെ ഒരു സന്തോഷമായിട്ട് തോന്നാറുണ്ട്. നമ്മുടെ മെയിൻ ഫോക്കസ് നമ്മൾ പോയ കാര്യം എന്നുള്ളതാണല്ലോ, അതുകൊണ്ടാണ് സാർ അങ്ങനെ പറഞ്ഞത്. തീരുന്നവരെ അവിടെ അതെ അതെ. ഇപ്പൊ നമുക്ക് നാളെ ഐറ്റം ഉണ്ടെങ്കിൽ പലപ്പോഴും സംഭവിക്കാറുണ്ട്, ചില ആളുകൾ അതിന്റെ കൂടെ ഉള്ളവർ ഉടനെ യാത്രയ്ക്ക് പോകും. യാത്രയ്ക്ക് പോകാനായിട്ട് പോകുമ്പോ ഞാൻ എന്റെ നാളെ ഐറ്റം ഉണ്ടെങ്കിൽ ആ ഐറ്റത്തിന് വേണ്ടിയിട്ട് അവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്ത് ഐറ്റം കഴിഞ്ഞല്ലാതെ ഈ മറ്റു കാര്യങ്ങളിൽ പോകാറ്. എന്റെ ഒരു സ്പെസിഫിക് ചോദ്യം ഉണ്ടായിരുന്നു, എന്താണ് ഇനിയുള്ള ഒരു ആഗ്രഹം എന്താണെന്ന്. അത് താങ്കൾ വിട്ടുപോയി, പറഞ്ഞില്ല. ഇല്ല, ആഗ്രഹം ഇപ്പൊ ഈ 83-ാം വയസ്സിൽ ഇനിയിപ്പോ എന്താ ആഗ്രഹം? എങ്കിലും ആഗ്രഹം വേറൊന്നും അങ്ങനെ അല്ല. ആഗ്രഹങ്ങളുണ്ടല്ലോ, ഒരു നല്ല ആളുകളുടെ ഇടയിൽ ഓക്ക്വേർഡ് ആവാതെ സമൂഹത്തിൽ ഇതുവരെ കഴിഞ്ഞതുപോലെ നാളെയും കഴിയണമെന്നൊരാഗ്രഹമുണ്ട്. ഈ ഇപ്പോഴും ഈ രാഷ്ട്രീയത്തിലും പൊതുരംഗത്തൊക്കെ സജീവമായി നിൽക്കുമ്പോ ഫാമിലി എങ്ങനെയാ, ഫുൾ സപ്പോർട്ടിലാണോ? എന്തോ ഈ സമയത്തും വലിയ സപ്പോർട്ടുണ്ട്. അവര് എല്ലാ കാര്യങ്ങളും. എനിക്ക് 2 മക്കളാ. വൈഫ് അടുത്ത കാലത്ത് മരിച്ചുപോയി. എനിക്ക് 2 മക്കള്. മൂത്തത് മോളാ സുനിത, മറ്റേ മകൻ സുജിത്ത്. അവരെല്ലാ സഹായം ചെയ്യുന്നുണ്ട്. അവര് ഇതുണ്ട്. കുട്ടികളെ ചിലപ്പോ അവരുടെ കുട്ടികളെ എന്റെ കൂടെ ഓടാൻ വിടും ചിലപ്പോ അവര്. നല്ലൊരു റോൾ മോഡൽ ഗ്രാൻഡ് ഫാദർ ആണ്. അതെ, തീർച്ചയായും. അദ്ദേഹത്തിന്റെ അത് ആഗ്രഹം തന്നെ കേട്ടില്ല വലുതോ, അത്രയും പോസിറ്റീവാണ്. എന്തായാലും ഞങ്ങൾ വളരെ പോസിറ്റീവായി താങ്കളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രേക്ഷകരായ വയോജനങ്ങൾക്കും അതൊരു മാതൃകയാകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. വലിയ സന്തോഷം. ശരി, വളരെ സന്തോഷം. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. എന്തായാലും ഇപ്പോ MJ ജേക്കബ് മുൻ MLA ആണ്, കായിക താരമാണ്. ഇന്ന് സാമൂഹ്യനീതി വകുപ്പിന്റെ മികച്ച കായിക താരത്തിനുള്ള വയോജനങ്ങൾക്കുള്ള പുരസ്കാരം. ആശംസകൾ കൂടി. താങ്ക് യു സോ മച്ച്. അശ്വതി, പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, നിയമസഭ, വലിയ ഒരു പ്രവർത്തനമുണ്ട് ആ പ്രദേശത്ത്. നമുക്ക് ഇങ്ങനെ ആദ്യം ഈ MJ ജേക്കബ് എന്നുള്ള പേര് എൻ്റെ കുട്ടിക്കാലത്താണ്. ആ സമയത്ത് ഞാൻ കേൾക്കുന്നത് തിരുമാറാടി പഞ്ചായത്തിന്റെ അവിടുത്തെ പ്രവർത്തനങ്ങൾ. തിരുമാറാടി പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ നിന്ന്
ഒരു 2 പഞ്ചായത്ത് അപ്പുറയാണ്. അപ്പോ നമ്മളിങ്ങനെ ഒരുപാട് കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മഹാരാജാസ് കോളേജിലെ ഈ പറഞ്ഞ മത്സരം അത് ഞാൻ കണ്ടിട്ടുമുണ്ട്. ആണല്ലോ. അപ്പൊ അതിന് ഒരു പേഴ്സണൽ സന്തോഷം എൽദോയുടെ മുഖത്തുണ്ട്, അദ്ദേഹത്തെ ഇന്ന് കിട്ടിയതിലും സംസാരിക്കാൻ കഴിഞ്ഞു. അപ്പൊ എന്തായാലും അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും, ഗംഭീരമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയട്ടെ. ഒപ്പം ഈ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ അച്ഛനമ്മമാർക്കും പ്രായമായിരിക്കുന്ന എല്ലാവരോടും പറയാനുള്ളത് ആഗ്രഹങ്ങളൊക്കെ അവരുടെ നടക്കട്ടെ, എല്ലാ ആഗ്രഹങ്ങളും മക്കളോടൊക്കെ തുറന്നു പറഞ്ഞ് അത് നടത്താൻ സാധിക്കട്ടെ എന്ന് ഈ വയോജന ദിനത്തിൽ ആശംസിക്കുകയാണ്. ഉറപ്പായിട്ടും. അപ്പൊ നമ്മൾ ഒരു ഇടവേളയിലേക്ക് പോവുകയാണ്. മോർണിംഗ് വൈസ് ഇടവേളയ്ക്ക് ശേഷം ഫാസ്റ്റ് ന്യൂസിൽ അനുശ്രേത്. ഏറെ ദിവസങ്ങളുടെ ഉദ്വേഗങ്ങൾക്കൊടുവിൽ ഇപ്പോൾ സുപ്രീം കോടതി സിദ്ദിഖിന് അനുകൂലമായി അല്ലെങ്കിൽ സിദ്ദിഖിന് ആശ്വാസമാകുന്ന ഒരു വിധി പ്രസ്താവമാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. 2 ആഴ്ച കാലത്തേക്ക് സിദ്ദിഖിന് സംരക്ഷണം ഉറപ്പാക്കുന്നു എന്നതാണ് ഈ വിധി പ്രസ്താവം. സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല, സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യുന്നത് കോടതി തടഞ്ഞിരിക്കുകയാണ്. ജസ്റ്റിസ് ബെല എം ത്രിവേദിയും സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവരുമാണ് ഹർജി പരിഗണിച്ചത്. സുപ്രീം കോടതിയിലെ ഏറ്റവും വിലപ്പെട്ട അഭിഭാഷകൻ, അതായത് മണിക്കൂറിന് ഒരു സിറ്റിംഗിന് 25 ലക്ഷം രൂപ വരെ വാങ്ങുന്ന മുകുൾ റോത്തക്കിയാണ് സിദ്ദിഖിന് വേണ്ടി ഹാജരായത്. അദ്ദേഹം പ്രധാനമായും ഉന്നയിച്ചത് ആരോപണം നേരിട്ട മറ്റുള്ളവരുണ്ടായിരുന്നു, അവർക്കെല്ലാം മുൻകൂർ ജാമ്യം ലഭിച്ചു. 8 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ പരാതി നൽകിയിരിക്കുന്നത്. ചില FB പോസ്റ്റുകൾ ഉണ്ടായിരുന്നു, അതിനുശേഷം 8 വർഷത്തിന് ശേഷമാണ് ഈ പരാതി നൽകിയിരിക്കുന്നത്. പ്രധാനമായും ഈ പരാതിയുടെ ഒരു കാലതാമസം, അതിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു വാദമാണ് സുപ്രീം കോടതിയിൽ സിദ്ദിഖിന്റെ അഭിഭാഷകൻ നടത്തിയത്. നേരത്തെ ഈ പരാതി നൽകിയത് വൈകുന്നതിൽ കാര്യമില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞിരുന്നുവെങ്കിലും ആ കാര്യം അംഗീകരിക്കാൻ തൽക്കാലം സിദ്ദിഖ് തയ്യാറല്ല, സുപ്രീം കോടതി അംഗീകരിച്ചില്ല. കർശന ഉപാധികൾ ഉണ്ടാകും, ചില വിചാരണ കോടതിക്ക് നിശ്ചയിക്കാം, അന്വേഷണവുമായി സഹകരിക്കണം തുടങ്ങിയ കാര്യങ്ങളാണ്. അതായത് ഈ കാലതാമസം ഈ വർഷങ്ങൾക്ക് മുൻപ് നടന്നൊരു സംഭവമാണ്. അതിപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇത് പരാതിയുമായി രംഗത്ത് വരുന്നു. ഈ സിദ്ദിഖിന്റെ ജാമ്യാപേക്ഷയിൽ തന്നെ സുപ്രീം കോടതി സമർപ്പിച്ച ജാമ്യാപേക്ഷയിൽ തന്നെ സൂചിപ്പിച്ച കാര്യമുണ്ടായിരുന്നു, താൻ അമ്മയും WCCയും തമ്മിലുള്ള പ്രശ്നങ്ങളുടെ ഇരയാണ് താൻ. ഇതാണോ പ്രധാനമായും സുപ്രീം കോടതി പരിഗണിച്ചത്? അതായത് ഈ കാലതാമസം, ഈ പരാതി നൽകാൻ, ഈ ഇര അതിജീവിത പരാതി നൽകാനുള്ള ഈ കാലതാമസമാണോ സിദ്ദിഖിന് അനുകൂലമായത്? തീർച്ചയായും അങ്ങനെ തന്നെ വേണം നമുക്ക് കരുതാൻ. പരാതി നൽകാനുണ്ടായ കാലതാമസത്തിൽ ഊന്നിയാണ് മുകുൾ റോത്തഗി പ്രധാനമായും വാദം നടത്തിയത്. അതിന് അനുകൂലിക്കുന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. 8 വർഷങ്ങൾക്ക് മുമ്പ് ഈ പരാതി ഉയർന്നപ്പോൾ സർക്കാർ എന്തു ചെയ്യുകയായിരുന്നു എന്നൊരു ചോദ്യം സുപ്രീം കോടതി. നമസ്കാരം, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. PV അൻവറിനെതിരെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പാർട്ടിക്കും സർക്കാരിനുമെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണമാണ് PV അൻവർ ഉന്നയിക്കുന്നത്. ഇടതുപക്ഷ സ്വതന്ത്ര MLA എന്ന നിലയിൽ സാമാന്യ മര്യാദ പാലിച്ചില്ല, പരസ്യ പ്രസ്താവന നടത്തി പാർട്ടിക്കും മുഖ്യമന്ത്രിക്കുമെതിരെ നീങ്ങുകയാണെന്നും ദേശാഭിമാനിയിലെ ലേഖനത്തിൽ MV ഗോവിന്ദൻ. ബലാത്സംഗ കേസിൽ ഇടക്കാല ജാമ്യം ലഭിച്ചതിന് പിന്നാലെ അന്വേഷണ സംഘത്തിന് മുൻപിൽ ഹാജരാകാൻ നടൻ സിദ്ദിഖ്. തിരുവനന്തപുരത്ത് പ്രത്യേക അന്വേഷണ സംഘം മുൻപാകെ ചോദ്യം ചെയ്യലിന് ഹാജരാകുമെന്ന് സൂചന. അഭിഭാഷകരുമായി ആലോചിച്ച ശേഷം തുടർ നടപടികൾ എടുത്തേക്കും. കോഴിക്കോട് ചികിത്സാ പിഴവ് കാരണം രോഗി മരിച്ച സംഭവം, ഡോക്ടറെ ചമഞ്ഞ് തട്ടിപ്പ് നടത്തിയയാൾ പിടിയിൽ. കസ്റ്റഡിയിലായത് അബു എബ്രഹാം ലൂക്ക് എന്നയാൾ. ഇയാൾ ആശുപത്രിയിൽ നൽകിയ MBBS രജിസ്റ്റർ നമ്പർ വ്യാജം. എബ്രഹാം ലൂക്ക് 5 വർഷമായി കോട്ടക്കാട് TMH ആശുപത്രിയിലെ RMO. രോഗിയുടെ മകനും സുഹൃത്തുക്കളും നടത്തിയ അന്വേഷണത്തിലാണ് വ്യാജ ഡോക്ടറെ കുടുക്കിയത്. വാണിജ്യാവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടർ വില കൂട്ടി. 19 ഗ്രാം സിലിണ്ടറിന് വർദ്ധിപ്പിച്ചത് 50 രൂപ. വർധന ഏർപ്പെടുത്തുന്നത് തുടർച്ചയായ 2ാം മാസം. ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടർ വിലയിൽ മാറ്റമില്ല. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യത. 3 ജില്ലകളിൽ യെല്ലോ അലർട്ട്. പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ. സംസ്ഥാനത്ത് ഈ ആഴ്ച ശക്തമായ മഴ ലഭിക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. കൂട്ടിൽ കയറാതെ തിരുവനന്തപുരം മൃഗശാലയിൽ നിന്ന് ചാടിയ ഹനുമാൻ കുരങ്ങുകൾ തിരികെ എത്തിക്കാൻ ഊർജിത ശ്രമവുമായി മൃഗശാല അധികൃതർ. മുൻകരുതലായി ഇന്ന് സന്ദർശകരെ ഒഴിവാക്കും.
ഷിരൂരിൽ കാണാതായവർക്കായുള്ള തെരച്ചിൽ. ഗംഗാവലി നദിയിൽ നിന്ന് 2 മനുഷ്യന്റെ അസ്ഥികൾ കണ്ടെത്തി. ഷിരൂരിൽ ഇനി കണ്ടെത്താനുള്ളത് കർണാടക സ്വദേശികളായ ലോകേഷിനെയും ജഗന്നാഥനെയും. അസ്ഥികൾ DNA പരിശോധനയ്ക്ക് അയച്ചു. ഡ്രഡ്ജർ ഉപയോഗിച്ച് തെരച്ചിൽ തുടരും. 56 വർഷങ്ങൾക്ക് മുൻപ് കാണാതായ മലയാളി സൈനികന്റെ മൃതദേഹം വീണ്ടെടുത്തതായി സൈന്യം. 1968 ലഡാക്കിൽ നടന്ന വിമാനാപകടത്തിൽ കാണാതായ പത്തനംതിട്ട സ്വദേശി തോമസ് ചെറിയാന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. ആകെ 4 പേരുടെ ശരീരമാണ് ലഭിച്ചത്. ഇതിൽ ഒരാളെ ഇനിയും തിരിച്ചറിയാനായിട്ടില്ല. ആത്മഹത്യ ചെയ്ത വൈക്കം AEO ശ്യാംകുമാർ വിഷം കഴിച്ചിരുന്നതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. വിഷം കഴിച്ച ശേഷം പുഴയിലേക്ക് ചാടി ആത്മഹത്യ ചെയ്തു. ആത്മഹത്യക്ക് കാരണം ജോലി സമ്മർദ്ദമെന്ന് പ്രാഥമിക നിഗമനം. മറ്റു കാരണങ്ങൾ ഉണ്ടോ എന്നും പോലീസ് പരിശോധിക്കും. നെഹ്റു ട്രോഫി വിജയികളായി പ്രഖ്യാപിച്ച വീയപുരം ചുണ്ടനെതിരെ കൂടുതൽ ആരോപണങ്ങൾ. വെള്ളത്തിലെ തുഴച്ചിൽക്കാർ ഉപയോഗിച്ച തുഴകൾ മാനദണ്ഡങ്ങൾ പാലിച്ചുള്ളതല്ല എന്നതാണ് പുതിയ ആരോപണം. കളക്ടർക്ക് പരാതി നൽകി തീരുമാനമായില്ലെങ്കിലാകും ഹൈക്കോടതിയെ സമീപിക്കുക എന്ന് UBC ഭാരവാഹികൾ. KT ജലീലിന്റെ പുസ്തകം സ്വർഗസ്ഥനായ ഗാന്ധിജി നാളെ പ്രകാശനം ചെയ്യും. പാർലമെന്ററി രാഷ്ട്രീയം അവസാനിപ്പിക്കുന്നതിന്റെ പ്രഖ്യാപനവും ഗാന്ധി ജയന്തി ദിനത്തിൽ ഉണ്ടാകും. ഗാന്ധി സിനിമ കണ്ടാണ് ലോകം മഹാത്മജിയെ മനസ്സിലാക്കിയതെന്ന നരേന്ദ്രമോദിയുടെ വിവാദ പ്രസ്താവനയാണ് പുസ്തകരചനയ്ക്ക് പ്രേരിപ്പിച്ചതെന്ന് KT ജലീൽ. ജമ്മുകശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പ് തുടങ്ങി. വിധി എഴുതുന്നത് ജമ്മുവിലെ 4 ജില്ലകളിലെയും വടക്കൻ കാശ്മീരിലെ 3 ജില്ലകളിലെയും 40 മണ്ഡലങ്ങളിൽ. മത്സരരംഗത്തുള്ളത് 415 സ്ഥാനാർത്ഥികൾ. മുൻ ഉപമുഖ്യമന്ത്രിമാരായ താരാചന്ദ്, മുസാഫർ ഹുസൈൻ ബേഗ് തുടങ്ങിയവർ മത്സരരംഗത്ത്. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണം വ്യാഴാഴ്ച വൈകിട്ട് 6 മണിക്ക് അവസാനിപ്പിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഓരോ സ്ഥാനാർത്ഥികളുടെയും ഇലക്ഷൻ ഏജന്റുമാരെ അല്ലാതെ മറ്റ് പാർട്ടി പ്രവർത്തകർ മണ്ഡലത്തിൽ തുടരരുതെന്നും നിർദ്ദേശം. സംസ്ഥാനത്തെ 90 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുമുള്ള വോട്ടെടുപ്പ് ഒറ്റഘട്ടമായി നടക്കും. 8-ന് ഫലം പ്രഖ്യാപിക്കും. മൂടഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് ലഭിച്ച സ്ഥലം തിരിച്ചു നൽകാൻ തയ്യാറാണെന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ ഭാര്യ. സംഭവത്തിൽ ED കേസെടുത്തതിന് പിന്നാലെയാണ് തീരുമാനം. മൈസൂരു അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റി അനുവദിച്ച 14 സൈറ്റുകൾ മടക്കി നൽകാൻ തയ്യാർ. ആരോപണങ്ങൾ വേദനിപ്പിച്ചത് കാരണമാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയതെന്ന് വിശദീകരണം. നടൻ രജനീകാന്തിനെ ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വയറുവേദനയെ തുടർന്നാണ് ചികിത്സ തേടിയതെന്ന് റിപ്പോർട്ട്. ആരോഗ്യനില തൃപ്തികരമെന്ന് ഡോക്ടർമാർ. പ്രാർത്ഥനകളുമായി ആരാധകർ. 3 സംസ്ഥാനങ്ങൾക്ക് പ്രളയ ദുരിതാശ്വാസം പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. ഗുജറാത്തിന് 600 കോടിയും മണിപ്പൂരിന് 50 കോടിയും ത്രിപുരയ്ക്ക് 25 കോടിയും നൽകും. കേരളം ഉൾപ്പെടെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സംഘത്തിന്റെ റിപ്പോർട്ട് കിട്ടിയ ശേഷം തുക അനുവദിക്കും. റായ്പൂരിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രാഞ്ച് എന്ന വ്യാജേന പ്രവർത്തിച്ച തട്ടിപ്പ് സ്ഥാപനം പൂട്ടിച്ച് പോലീസ്. 3 പേർക്കെതിരെ കേസെടുത്തു. സംഭവം ഛത്തീസ്ഗഡിലെ ശക്തി ജില്ലയിൽ. ഗുജറാത്തിൽ നിന്ന് 1.60 കോടിയുടെ വ്യാജ കറൻസി പിടികൂടി. പിടിച്ചെടുത്തത് 500 രൂപയുടെ നോട്ടുകെട്ടുകൾ. ഗാന്ധിജിയുടെ ചിത്രത്തിന് പകരം കറൻസിയിൽ ചേർത്തിട്ടുള്ളത് ബോളിവുഡ് താരം അനുപം ഖേറിന്റെ ചിത്രം. പ്രതികൾക്ക് വേണ്ടി അന്വേഷണം ശക്തമാക്കി പോലീസ്. തെലങ്കാനയിൽ എരുമകൾക്ക് ഹെൽത്ത് സർട്ടിഫിക്കറ്റ് നൽകാൻ പണം ആവശ്യപ്പെട്ട വെറ്റിനറി സർജൻ അറസ്റ്റിൽ. സംഭവം നാൽഗോഡയിലെ ചിന്താപ്പള്ളിയിൽ. 6000 രൂപയാണ് 8 എരുമകളെ പരിശോധിക്കാൻ ഇയാൾ കർഷകരോട് ആവശ്യപ്പെട്ടത്. സംഭവത്തിൽ പരാതി നൽകിയതിനെ തുടർന്ന് അഴിമതി വിരുദ്ധ സേന ഡോക്ടർ പോൾ ജോസഫ് ഗൗതമിനെ കസ്റ്റഡിയിലെടുത്തു. ലെബനനിൽ ഇസ്രായേൽ കരയുദ്ധം തുടങ്ങി. ലോകരാജ്യങ്ങളുടെ മുന്നറിയിപ്പ് തള്ളി ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയെന്ന് ഇസ്രായേൽ. ബെയ്റൂത്തിൽ ആക്രമണം തുടരുകയാണെന്നും ഇസ്രായേൽ. തിങ്കളാഴ്ച മാത്രം 95 പേരാണ് ലെബനനിൽ കൊല്ലപ്പെട്ടത്. ഉന്നത നേതാക്കളെ ഇസ്രായേൽ കൊലപ്പെടുത്തിയതിന് പിന്നാലെ വീഡിയോ സന്ദേശവുമായി ഹിസ്ബുള്ള ഉപമേധാവി നയീം ഖാസിം. കരയുദ്ധത്തിന് തുനിഞ്ഞാൽ തിരിച്ചടിക്കാൻ പൂർണ്ണ സജ്ജർ. വെടിനിർത്തൽ കരാറിലെത്താൻ ഇസ്രായേലിനോടും ഹിസ്ബുള്ളയോടും ലെബനീസ് പ്രധാനമന്ത്രി നജീബ് മിക്കാത്തി. ഇസ്രായേൽ പ്രധാനമന്ത്രിയുമായി സംസാരിച്ച നരേന്ദ്രമോദി. സംഘർഷത്തിനെതിരെയുള്ള ഇന്ത്യയുടെ നിലപാട് മോദി നെതന്യാഹുവിനെ അറിയിച്ചു. സമാധാന ശ്രമങ്ങൾക്ക് ഇന്ത്യയുടെ പിന്തുണ വാഗ്ദാനം ചെയ്ത് മോദി. ഭീകരവാദം അംഗീകരിക്കാനാകില്ലെന്നും നരേന്ദ്രമോദി. ബംഗ്ലാദേശിനെതിരായ 2ാം ടെസ്റ്റിലെ ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യക്ക് ലീഡ്. 4ാം ദിനം 34.4 ഓവർ പൂർത്തിയായപ്പോൾ
285-ന് 9 വിക്കറ്റ് എന്ന നിലയിൽ ക്ലിയർ ചെയ്തു. രണ്ടാം ഇന്നിംഗ്സ് ആരംഭിച്ച ബംഗ്ലാദേശ് 11 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 26 റൺസ് എന്ന നിലയിൽ. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ 27,000 റൺസ് നേടുന്ന താരമായി വിരാട് കോഹ്ലി. സച്ചിൻ തെണ്ടുൽക്കറുടെ റെക്കോർഡ് തകർത്തു. ആഗോളതലത്തിൽ ഇത്രയും റൺസ് നേടുന്ന 4ാമത്തെ ബാറ്റർ. 27,000 റൺസ് കണ്ടെത്തിയത് 594 ഇന്നിംഗ്സുകളിൽ നിന്ന്. കേരള റോൾ ബോൾ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച റോൾ ബോൾ ചാമ്പ്യൻഷിപ്പിൽ മിനി അണ്ടർ 11 വിഭാഗത്തിൽ കേരള ടീം റണ്ണറപ്പായി. തമിഴ്നാടിനാണ് 1ാം സ്ഥാനം. ഇതേ വിഭാഗത്തിൽ പെൺകുട്ടികളുടെ മത്സരത്തിൽ കേരള ടീമിന് 3ാം സ്ഥാനം. ഒരു കട്ടിൽ ഒരു മുറിയുടെ ട്രെയിലർ റിലീസ് ചെയ്തു. ഒക്ടോബർ 4-നാണ് ചിത്രത്തിന്റെ റിലീസ്. രഘുനാഥ് പലേരിയുടെ തിരക്കഥയിൽ ഒരുക്കുന്ന ചിത്രത്തിൽ പൂർണിമ ഇന്ദ്രജിത്ത്, ഹക്കീം ഷാ, പ്രിയംവദ കൃഷ്ണൻ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ശുചിത്വ കേരളം സുസ്ഥിര കേരളം പദ്ധതിയുടെ ഭാഗമായി ജനകീയ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു. നാളെ മുതൽ മാർച്ച് 30 വരെയാണ് പരിപാടി. സംസ്ഥാനതല ഉദ്ഘാടനം കൊട്ടാരക്കരയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ബിജെപിയെ തള്ളാതെ മുൻ ദേവികുളം MLA S. രാജേന്ദ്രൻ. പൊതുപ്രവർത്തകർ സാഹചര്യങ്ങൾക്കനുസരിച്ച് നിലപാട് സ്വീകരിക്കുന്നതിൽ തെറ്റില്ല. ബിജെപിക്ക് ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കാനാകും. വിഷയം ബിജെപി പരിഹരിച്ചാൽ ബിജെപിക്കൊപ്പം ചേരുന്നത് നോക്കാമെന്നും S. രാജേന്ദ്രൻ. കായംകുളം നഗരസഭ വാർഡ് 38-40 കൂടി കടന്നുപോകുന്ന ചാലപ്പള്ളി പാലം ചിറക്കുളങ്ങര പള്ളി റോഡിന്റെ 2ാം ഘട്ട പ്രവൃത്തി പൂർത്തിയായി. യുവപ്രതിഭ MLA ഉദ്ഘാടനം നിർവഹിച്ചു. റോഡ് നവീകരിച്ചത് MLAയുടെ മണ്ഡല ആസ്തി വികസന ഫണ്ടിൽ നിന്നും 44 ലക്ഷം രൂപ ചെലവഴിച്ചു. കൊണ്ടോട്ടി നഗരസഭ ബഡ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പ്രഭാത ഭക്ഷണം നൽകി തുടങ്ങി. പദ്ധതിയുടെ ഉദ്ഘാടനം TV ഇബ്രാഹിം MLA നിർവഹിച്ചു. നഗരസഭയുടെ വികസന ഫണ്ട് ഉപയോഗിച്ചാണ് പ്രഭാത ഭക്ഷണ പദ്ധതി നടപ്പിലാക്കുന്നത്. INTUC മുൻ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ജോർജ് കരിമറ്റത്തിന്റെ സ്മരണാർത്ഥം നെടുങ്കണ്ടം പാമ്പാടുംപാറയിൽ സ്മാരക മന്ദിരം നിർമ്മിക്കും. INTUCയുടെ ഉടമസ്ഥതയിലുള്ള 3.5 സെന്റ് സ്ഥലത്താണ് സ്മാരക മന്ദിരം നിർമ്മിക്കുക. ശിലാസ്ഥാപനം INTUC സംസ്ഥാന പ്രസിഡന്റ് R. ചന്ദ്രശേഖർ നിർവഹിച്ചു. 15 ലക്ഷം രൂപ ചിലവിലാണ് നിർമ്മാണം. ലോക ഹൃദയ ദിനം ആചരിച്ച് കൊല്ലം മെഡിട്രീന ആശുപത്രി. ഹൃദയരോഗങ്ങളെ കുറിച്ച് അവബോധം വളർത്താൻ വാക്കത്തോൺ. ഫ്ളാഗ് ഓഫും ഉദ്ഘാടനവും ഇരവിപുരം CI രാജീവ് നിർവഹിച്ചു. ആശുപത്രി COO രാജൻ പങ്കെടുത്തു. തൃശൂർ അന്തിക്കാട് SI VP അരിസ്റ്റോട്ടലിനെ സ്റ്റേഷനിലെത്തിയ ആൾ മർദ്ദിച്ചു. മൂക്കിന് ഗുരുതര പരിക്കേറ്റ SIയെ ആലപ്പാടുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വാഹനമിടിച്ച കേസിൽ അന്തിക്കാട് പോലീസ് സ്റ്റേഷനിലെത്തിയ അരിമ്പൂർ കൈപ്പള്ളി സ്വദേശി അഖിലാണ് SI ആക്രമിച്ചത്. തൃശൂർ പെരിങ്ങോട്ടുകരയിൽ വിദ്യാർത്ഥിനിയെ ക്ലാസ് മുറിക്കുള്ളിൽ പൂട്ടിയിട്ട സംഭവത്തിൽ പ്രധാന അധ്യാപികയ്ക്ക് സസ്പെൻഷൻ. പെരിങ്ങോട്ടുകര സെന്റ് സെറാഫിക് കോൺവെന്റ് സ്കൂളിലെ പ്രധാന അധ്യാപിക സിസ്റ്റർ ടെസിൻ ജോസഫിനെതിരെയാണ് നടപടി. സെറിബ്രൽ പാൾസി ബാധിച്ച 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയെയാണ് പൂട്ടിയിട്ടത്. കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രി കെട്ടിടത്തിന് മുകളിൽ പ്രതിയുടെ ആത്മഹത്യാ ഭീഷണി. സ്ത്രീകളെ മർദ്ദിച്ച കേസിൽ പൊൻകുന്നം പോലീസ് കസ്റ്റഡിയിലെടുത്ത ജ്യോതിഷ് കുമാറാണ് മെഡിക്കൽ വാർഡിന് മുകളിൽ കയറി പരാക്രമം കാട്ടിയത്. ഏറെ സമയം പണിപ്പെട്ടാണ് ഇയാളെ താഴെ ഇറക്കിയത്. തൃശൂരിൽ 2.5 കിലോ സ്വർണം കവർന്ന കേസിലെ മുഖ്യപ്രതി റോഷൻ വർഗീസ് ഉപയോഗിച്ചത് തിരുവല്ല സ്വദേശി ഷാഹുൽ ഹമീദിന്റെ കാറെന്ന് കണ്ടെത്തൽ. കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. എന്നാൽ കാർ ഷാഹുൽ ഹമീദിന്റെ അല്ലെന്നും ഇടനിലക്കാരനായി വിൽപ്പന നടത്തിയതാണെന്നും ഷാഹുൽ ഹമീദിന്റെ മാതാവ്. കവർച്ചാ കേസിൽ പിടിയിലായത് 5 പേർ. കോതമംഗലം കുട്ടമ്പുഴയിൽ വൻ ചാരായ വേട്ട. ഇന്റലിജൻസ് ബ്യൂറോയും എക്സൈസും വനം വകുപ്പും സംയുക്തമായി നടത്തിയ തെരച്ചിലിൽ വാറ്റ് ചാരായ കേന്ദ്രം കണ്ടെത്തി നശിപ്പിച്ചു. പുഴയിൽ കെട്ടിത്താഴ്ത്തിയ നിലയിലായിരുന്നു വാറ്റ് ഉപകരണങ്ങൾ. പുഴയ്ക്ക് നടുവിൽ നങ്കൂരമിട്ട് സാഹസികമായി മുങ്ങിയെടുക്കുകയായിരുന്നു. പന്തളത്ത് കുടുംബം സഞ്ചരിച്ച കാറിന് നേരെ ആക്രമണം. അടൂർ ഏനാദിമംഗലം സ്വദേശി സുബൈദ ബീവിക്കാണ് പരിക്കേറ്റത്. മുട്ടാർ പാലത്തിന് സമീപത്ത് വെച്ച് സുബൈദ ബീവിയും കുടുംബവും സഞ്ചരിച്ച കാർ 4-അംഗ സംഘം തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നു. പരിക്കേറ്റ സുബൈദയെ പന്തളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പന്തളത്ത് മൊബൈൽ കടയിൽ ഗുണ്ട ആക്രമണം. വനിതാ ജീവനക്കാരി അടക്കം 2 പേർക്ക് പരിക്ക്. പന്തളം ടൗണിൽ പ്രവർത്തിക്കുന്ന KR മൊബൈൽസിലാണ് 3-അംഗ സംഘം ആക്രമണം നടത്തിയത്. കടയിലെ ഷെൽഫിലിരുന്ന മൊബൈൽ ഫോണുകൾ തല്ലി തകർത്തു. കടക്കാട് സ്വദേശികളായ ആദിൽ, അൻസിൽ,
റാഷിഖ് എന്നിവർ അടങ്ങിയ സംഘമാണ് ക്രിക്കറ്റ് ബാറ്റുമായി കടയിൽ അതിക്രമിച്ചു കയറിയത്. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം. വീണ്ടും സ്വാഗതം മോർണിംഗ് വൈബ്സിലേക്ക്. ER രാകേഷ് നമ്മോടൊപ്പം ചേരുന്നുണ്ട് ദേശീയ വാർത്തകളുമായി. രാകേഷ്, ഇന്ന് ജമ്മു കാശ്മീരിൽ 3ാം ഘട്ട വോട്ടെടുപ്പാണല്ലേ? അപ്പോൾ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ദേശീയ വാർത്തകൾ? ഒന്ന്, ജമ്മു കാശ്മീരിലെ വോട്ടെടുപ്പ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. രണ്ടാമതായി ED അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യക്കെതിരെ. അപ്പോൾ സിദ്ധരാമയ്യയുടെ ഭാര്യ ഈ വിവാദ ഭൂമി തിരിച്ചു നൽകാമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മൈസൂരു നഗരവികസന അതോറിറ്റി കത്ത് നൽകിയിട്ടുണ്ട്. ഏതായാലും വിശദമായി തന്നെ നോക്കാം. ജമ്മു കാശ്മീരിലേക്ക് വരികയാണെങ്കിൽ ജമ്മു കാശ്മീരിലെ അവസാനത്തെയും 3ാം ഘട്ട വോട്ടെടുപ്പ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. 40 മണ്ഡലങ്ങളിലാണ് 3ാം ഘട്ടത്തിൽ ജനവിധി എഴുതുന്നത്. അതായത് ആദ്യഘട്ടത്തിൽ 24 മണ്ഡലങ്ങൾ, അതിനുശേഷം 2ാം ഘട്ടത്തിൽ 26 മണ്ഡലങ്ങൾ. ഇപ്പോൾ 3ാം ഘട്ടത്തിൽ ഏതായാലും 24 മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് ആരംഭിച്ചിരിക്കുന്നു. ആദ്യ മണിക്കൂറുകളിൽ ഇപ്പോൾ വോട്ടെടുപ്പ് ആരംഭിച്ച് ഏതാണ്ട് 1.25 മണിക്കൂറാകുമ്പോൾ വലിയ തിരക്ക് പോളിംഗ് ബൂത്തുകളിലൊക്കെ തന്നെ അനുഭവപ്പെടുന്നുണ്ട്. കാരണം കഴിഞ്ഞ ഒരു മുൻകാലങ്ങളെ അപേക്ഷിച്ച് വലിയ തോതിലുള്ള പങ്കാളിത്തം ജമ്മു കാശ്മീരിൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനുണ്ട്. പ്രത്യേകിച്ച് 10 വർഷത്തിന് ശേഷം അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒക്കെ കണക്ക് നോക്കുകയാണെങ്കിൽ സമീപകാല ചരിത്രത്തിലെ ഏറ്റവും വലിയ പോളിംഗ് അവിടെ രേഖപ്പെടുത്തുന്നത് ഏതാണ്ട് 58%. ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ പോലും ആദ്യഘട്ടത്തിൽ 62% പോളിംഗ്, 2ാം ഘട്ടത്തിൽ അത് ഏതാണ്ട് 58%-ത്തിനകത്ത് പോളിംഗ് രേഖപ്പെടുത്തുകയും ചെയ്തു. ഇപ്പോൾ 3ാം ഘട്ട വോട്ടെടുപ്പ് 7 ജില്ലകളിലായാണ് നടക്കുന്നത്, ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. അതിൽ തന്നെ ജമ്മുവിലെ 4 മണ്ഡലങ്ങൾ എന്ന് പറയുമ്പോൾ കട്ടുവ, ഒപ്പം തന്നെ സാംബ, ജമ്മു, ഉധംപൂർ, ഒപ്പം വടക്കൻ കശ്മീരിലാണ് പ്രധാനമായും വോട്ടെടുപ്പ് നടക്കുന്നത്. അതിൽ ബാരാമുള്ള, ബന്ദിപ്പൂർ, ഒപ്പം തന്നെ കുപ്വാര അടക്കമുള്ള ജില്ലകൾ. ഇതിൽ എൽദോ ഏറ്റവും സൂചിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ വോട്ടെടുപ്പ് ബഹിഷ്കരിക്കണമെന്ന ആഹ്വാനം വിഘടനവാദ സംഘടനകളുടെ ഒക്കെ ഭാഗത്തുണ്ടായിരുന്നെങ്കിൽ ഇത്തവണ അത്തരമൊരു ആഹ്വാനമൊന്നുമില്ല. മാത്രവുമല്ല, വലിയ പങ്കാളിത്തം രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുനിന്ന് പോലും ഉണ്ട്. പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ളവർ ഇത്തവണ തെരഞ്ഞെടുപ്പിന് നേരിടുന്നു. റാഷിദ് എഞ്ചിനീയറുടെ പാർട്ടി തെരഞ്ഞെടുപ്പിന് നേരിടുന്നു. അപ്പോൾ അതൊക്കെ ആരുടെ വോട്ടുകൾ ഭിന്നിപ്പിക്കും എന്നുള്ളതാണ് ജമ്മു കാശ്മീരിനെ സംബന്ധിച്ച് നിർണായകമാകുന്നത്. പ്രത്യേകിച്ച് കശ്മീർ താഴ്വരയിലാണ്, കശ്മീർ മേഖലയിലാണ് ഈ പാർട്ടികളുടെയൊക്കെ സ്വാധീനം. അപ്പോൾ നാഷണൽ കോൺഫറൻസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ സഖ്യത്തിന് അത് തിരിച്ചടിയാകുമോ എന്ന കണക്കൂട്ടലൊക്കെ തന്നെയുണ്ട്. ഏതായാലും ആദ്യഘട്ടത്തിൽ ഈ വോട്ടെടുപ്പ് ആരംഭിക്കുന്ന ആദ്യഘട്ടത്തിൽ വലിയ വിജയം നാഷണൽ കോൺഫറൻസും സഖ്യം നേടുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ ഏതാണ്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. പ്രത്യേകിച്ച് ജമ്മു മേഖലയിലാണ് BJP ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കക്ഷി കോൺഗ്രസ് ആണ്, ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായ കോൺഗ്രസ് തന്നെയാണ്. ഏതായാലും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് കശ്മീരിനെ സംബന്ധിച്ച് ഇപ്പോൾ അവസാന ഘട്ടത്തിൽ വിധി എഴുതിക്കൊണ്ടിരിക്കുന്നു. ഇനി മൈസൂരുവിലേക്ക്, കർണാടകയിലേക്ക് വരികയാണെങ്കിൽ മുഡ അഴിമതി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവാദ ഭൂമി ഇപ്പോൾ തിരിച്ചു നൽകാം എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ ഭാര്യ പാർവതി നഗരവികസന അതോറിറ്റിക്ക്, മൈസൂരു നഗരവികസന അതോറിറ്റിക്ക് കത്ത് എഴുതിയിരിക്കുകയാണ്. കാരണം നേരത്തെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ഗവർണർ അനുമതി നൽകിയിരുന്നതിന് ഹൈക്കോടതി ശരിവെച്ചിരുന്നു. ഒപ്പം ലോകായുക്ത പോലീസ് കേസെടുത്തിരുന്നു. ഇതിന് പിന്നാലെ ED അന്വേഷണവും ആരംഭിച്ചിരിക്കുകയാണ്. EDയുടെ അന്വേഷണം വന്നതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഏതായാലും പാർവതി ഇത്തരമൊരു നീക്കം നടത്തിയിട്ടുള്ളത്. ഈ കത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, 40 വർഷമായി തന്റെ ഭർത്താവ് ഒരു തരത്തിലുള്ള അഴിമതി ആരോപണവും ഇല്ലാതെ ധാർമ്മികമായി പ്രവർത്തിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി വരികയാണ്. അപ്പോൾ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ തന്റെ മനസാക്ഷിക്ക് അനുസരിച്ചുകൊണ്ടാണ് ഈ ഭൂമി തിരികെ നൽകാം എന്ന് പാർവതി കത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നു. ഏതായാലും നേരത്തെ ഈ പദ്ധതി പ്രകാരം ഏതാണ്ട് പാർവതിയുടെ 3 ഏക്കർ 14 സെന്റ് വരുന്ന കൃഷിഭൂമി ഏറ്റെടുത്തുകൊണ്ട് പകരം ഇത്തരത്തിൽ മൈസൂരു നഗരത്തിൽ പ്രധാനപ്പെട്ട മേഖലയിൽ 14 പ്ലോട്ടുകൾ ലഭിച്ചു എന്നാണ് ആരോപണം. അതിൽ അഴിമതി ഉണ്ട് എന്ന ആരോപണമാണ് പരാതിക്കാർ ഉന്നയിക്കുന്നത്. ഏതായാലും ഈ ഭൂമി തിരിച്ചു എടുത്തുകൊണ്ട് ഈ കേസ് അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം പല ഏജൻസികളുടെ ഭാഗത്ത് നടക്കുകയാണ്. അന്വേഷണം തുടരുക തന്നെ ചെയ്യും. എങ്കിൽ പോലും ഈ ഒരു നീക്കം ഇപ്പോൾ ഏതായാലും ഇത്തരമൊരു നീക്കം സിദ്ധരാമയ്യയുടെ ഭാര്യയുടെ ഭാഗത്തുനിന്നുണ്ടായി എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ്. എൽദോ. റൈറ്റ്. അപ്പോൾ രാകേഷ്, ഇങ്ങനെ നിരവധിയായിട്ടുള്ള വാർത്തകൾ നിൽക്കുന്നപ്പോൾ ജമ്മു കാശ്മീരിൽ നമ്മൾ ഭേദപ്പെട്ട പോളിംഗ് പ്രതീക്ഷിക്കുക അല്ലേ ഇന്ന്? തീർച്ചയായും അത്തരമൊരു സാധ്യതയുണ്ട്. കാരണം 2 ഘട്ടങ്ങൾ പറയുകയാണെങ്കിൽ കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് ഒരു മെച്ചപ്പെട്ട പോളിംഗ്, വലിയ പങ്കാളിത്തം ജനങ്ങളുടെ ഭാഗത്തുണ്ടായി. അപ്പോൾ സ്വാഭാവികമായും ആദ്യഘട്ടത്തിൽ 62%, 2ാം ഘട്ടത്തിൽ 50% എന്ന് പറയുമ്പോൾ 60% പോളിംഗ് ഏതായാലും ആദ്യ 2 ഘട്ടങ്ങളിലായി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിന് സമാനമായ ഒരു പോളിംഗ് ഉണ്ടാവുകയാണെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 58-ന് മുകളിൽ ഒരു പോളിംഗ് ജമ്മു കാശ്മീരിൽ രേഖപ്പെടുത്താനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്.
റൈറ്റ് ശരി. എന്നാലും ദേശീയ വാർത്തകളാണ് ER രാഗേഷ് പങ്കുവച്ചത്. നമ്മളിനി നടൻ രജനീകാന്ത് ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ ആയിട്ടുണ്ട്. തിങ്കളാഴ്ച അർദ്ധരാത്രിയോട് കൂടിയാണ് 73-കാരനായിട്ടുള്ള രജനീകാന്തിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. വയറുവേദനയെ തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ. രജനീകാന്തിന്റെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നാണ് റിപ്പോർട്ട്. വാർത്ത പ്രചരിച്ചതിനെ തുടർന്ന് എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന പ്രാർത്ഥനകളുമായി ആരാധകർ രംഗത്തെത്തിയിട്ടുണ്ട്. ആരോഗ്യനിലയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് രജനീകാന്തിന്റെ ഭാര്യ ലത ന്യൂസ് 18നോട് പ്രതികരിച്ചു. അൻപത്തിയാറ് വർഷം മുമ്പ് വിമാനാപകടത്തിൽ മരിച്ച സൈനികന്റെ മൃതദേഹാവശിഷ്ടം നാട്ടിലെത്തിക്കുന്ന കാര്യത്തിൽ തീരുമാനം ഇന്നുണ്ടാകും. പത്തനംതിട്ട ഇലന്തൂർ ഓടാലിൽ വീട്ടിൽ തോമസ് ചെറിയാന്റെ മൃതദേഹമാണ് സൈന്യത്തിന് ലഭിച്ചത്. സൈനിക ഉദ്യോഗസ്ഥർ തോമസ് ചെറിയാന്റെ കുടുംബാംഗങ്ങളുമായി ആശയവിനിമയം നടത്തി. 1968 ഫെബ്രുവരി 7-ന് ലഡാക്കിലുണ്ടായ ഇന്ത്യൻ എയർഫോഴ്സിന്റെ വിമാന അപകടത്തിലാണ് തോമസ് ചെറിയാൻ ഉൾപ്പെടെയുള്ള 102 പേർ മരിക്കുന്നത്. 1968 ഫെബ്രുവരി 7-നുണ്ടായ സൈനിക വിമാന അപകടത്തിലാണ് പത്തനംതിട്ട ഇലന്തൂർ സ്വദേശിയായ തോമസ് ചെറിയാൻ മരണമടയുന്നത്. തോമസ് ചെറിയാനോടൊപ്പം തന്നെ ഈ സൈനിക വിമാനത്തിൽ 102 പേരാണ് ഉണ്ടായിരുന്നത്. പൂർണ്ണമായും എല്ലാവരും ഈ അപകടത്തിൽ മരണപ്പെട്ടു. എന്തായാലും അതിനുശേഷം തോമസ് ചെറിയാനെ അതുപോലെ തന്നെ മറ്റുള്ളവരുടെയൊക്കെ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിന് വലിയ ശ്രമമാണ് സൈനിക ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായത്. പക്ഷേ ദുർഘടമായ ലഡാക്കിലെ മഞ്ഞുമലയിലാണ് വിമാനം തകർന്നു വീണത്. അതുകൊണ്ട് തന്നെ മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നതിന് ഏറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നു. എന്തായാലും ഇപ്പോൾ ഈ 22 വയസ്സുള്ള സമയത്താണ് തോമസ് ചെറിയാൻ ഈ സൈനിക ജോലിയിൽ പ്രവേശിക്കുന്നത്. അതിനുശേഷം പരിശീലനം പൂർത്തിയാക്കി ഡ്യൂട്ടിക്കായി പോകുന്ന സമയത്താണ് ഈ അപകടമുണ്ടായത്. 56 വർഷങ്ങളാണ് പിന്നിട്ടതിന് ശേഷമാണ് ഇപ്പോൾ ഇലന്തൂർ സ്വദേശിയായ തോമസ് ചെറിയാന്റെ മൃതദേഹം കണ്ടെത്തുന്നത്. 22 വയസ്സ് മാത്രമായിരുന്നു ഈ അപകടം ഉണ്ടായിരുന്ന സമയത്ത് തോമസ് ചെറിയാൻ ഉണ്ടായിരുന്നത്. എന്തായാലും 56 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ 4 മൃതദേഹം കൂടി ഈ സൈനിക ഉദ്യോഗസ്ഥർ ലഡാക്കിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ ഒരു മൃതദേഹം തിരിച്ചറിഞ്ഞിട്ടില്ല. എന്തായാലും പത്തനംതിട്ട സ്വദേശിയായ തോമസ് ചെറിയാന്റെ മൃതദേഹം കണ്ടെത്തിയതുള്ള വാർത്ത ഇന്നലെയാണ് സൈനിക ഉദ്യോഗസ്ഥർ പത്തനംതിട്ടയിലെ ബന്ധുക്കൾക്ക് തോമസ് ചെറിയാന്റെ ബന്ധുക്കളെ അറിയിക്കുകയും മൃതദേഹ അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ അത് കൊണ്ടുവരാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുള്ളത്. എന്തായാലും പൂർണ്ണമായും ഇപ്പോഴും പറയുന്നത് മഞ്ഞുമലയിലാണ് ഈ അപകടം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ മൃതദേഹം പൂർണ്ണമായും നശിച്ചു പോയിട്ടില്ലാത്ത രീതിയിലാണെന്നാണ് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായ രൂപം തന്നെ മൃതദേഹത്തിലുണ്ട് എന്നുള്ളതാണ്. ഇത്രയും വർഷം 56 വർഷം കഴിഞ്ഞിട്ടും ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ബന്ധുക്കള്, സഹോദരനും അതുപോലെ തന്നെ മറ്റുള്ളവരും ഈ മൃതദേഹം അവിടെ നിന്നും നടപടികൾ പൂർത്തിയാക്കി കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ്. സൈനിക വൃത്തങ്ങൾ അവരെ ബന്ധുക്കളെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും നാട്ടിലുടൻ തന്നെ മൃതദേഹം എത്തിക്കും. ശരി, ശശിനാരായണന്റെ റിപ്പോർട്ടാണ് കണ്ടത്. എന്തായാലും 56 വർഷങ്ങൾക്ക് ശേഷം ആ മൃതദേഹം കിട്ടുന്നു എന്ന് പറയുമ്പോൾ അതെ, നമുക്ക് ചിന്തിക്കാനാകുന്നതിലും അപ്പുറത്തേക്കാണ്. ലെബനിലേക്ക് എത്തുമ്പോൾ ഇസ്രയേൽ അവിടെ കരയുദ്ധം തുടങ്ങി എന്നുള്ളതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ്. ലോകരാജ്യങ്ങളുടെ മുന്നറിയിപ്പ് തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ കരയുദ്ധം ആരംഭിച്ചിരിക്കുന്നത്. ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയെന്ന് ഇസ്രായേൽ അറിയിക്കുന്നു. ബെയ്റൂത്തിൽ ആക്രമണം തുടരുകയാണെന്നും ഇസ്രായേൽ അവകാശപ്പെടുന്നു. തിങ്കളാഴ്ച മാത്രം 95 പേരാണ് ലെബനിൽ കൊല്ലപ്പെട്ടത്. ഇനി നമ്മൾ മറ്റു വാർത്തയിലേക്ക് പോയാൽ തൃശൂർ പെരിങ്ങോട്ടുകരയിൽ വിദ്യാർത്ഥിനിയെ ക്ലാസ് മുറിക്കുള്ളിൽ പൂട്ടിയിട്ട സംഭവത്തിൽ പ്രധാന അധ്യാപികയ്ക്ക് സസ്പെൻഷൻ. പെരിങ്ങോട്ടുകര സെന്റ് സെറാഫിക് കോൺവെന്റ് സ്കൂളിലെ പ്രധാന അധ്യാപിക സിസ്റ്റർ ടെസിൻ ജോസഫിനെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. സെറിബ്രൽ പാൾസി ബാധിച്ച 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ ക്ലാസ് മുറിയിൽ പൂട്ടിയിട്ടതായി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് വിദ്യാർത്ഥിനിയെ സ്കൂളിൽ പൂട്ടിയിട്ടതെന്ന് മാതാപിതാക്കൾ പരാതിപ്പെട്ടത്. പരാതിക്ക് പിന്നാലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവും വിഷയത്തിൽ ഇടപെട്ടിരുന്നു. ആത്മഹത്യ ചെയ്ത വൈക്കം AEO ശ്യാംകുമാർ വിഷം കഴിച്ചിരുന്നു എന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. വിഷം കഴിച്ചതിന് ശേഷമാണ് പുഴയിലേക്ക് ചാടി ആത്മഹത്യ ചെയ്തത് എന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുകയാണ്. ജോലി സമ്മർദ്ദമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നാണ് പ്രാഥമിക നിഗമനം. മറ്റു കാരണങ്ങളുണ്ടോ എന്നും പോലീസ് പരിശോധിക്കും. കർണാടക ശിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള തെരച്ചിലിൽ ഗംഗാവലി നദിയിൽ നിന്ന് 2 മനുഷ്യ അസ്ഥികൾ കണ്ടെത്തി എന്നുള്ള വിവരം KV ബൈജു റിപ്പോർട്ട് ചെയ്യുന്നു. ഡ്രഡ്ജറിലെ മുങ്ങൽ വിദഗ്ധർ നടത്തിയ തെരച്ചിലാണ് ഈ അസ്ഥികൾ കണ്ടെത്തിയത്. എന്തായാലും ഇവ DNA പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. അർജുന് പുറമെ കാണാതായ 2 പേരെ കണ്ടെത്താനുള്ള തെരച്ചിൽ അവിടെ തുടരുകയാണ്. കർണാടക സ്വദേശികളായ ലോകേഷും ജഗന്നാഥുമാണ് മണ്ണിടിച്ചിലിൽ കാണാതായ 2 പേർ. കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രി കെട്ടിടത്തിന് മുകളിൽ
പ്രതിയുടെ ആത്മഹത്യാ ഭീഷണി. സ്ത്രീകളെ മർദ്ദിച്ച കേസിൽ പൊൻകുന്നം പോലീസ് കസ്റ്റഡിയിലെടുത്ത ജ്യോതിഷ് കുമാറാണ് മെഡിക്കൽ വാർഡിന് മുകളിൽ കയറി പരാക്രമം നടത്തിയത്. ഏറെ സമയം പണിപ്പെട്ടാണ് ഇയാളെ താഴെ ഇറക്കിയത്. കത്തലാങ്കൽപ്പടി സ്വദേശി ഇഞ്ചക്കാട് ജ്യോതിഷ് കുമാറാണ് ഏറെ നേരം പോലീസിനെയും ഫയർഫോഴ്സിനെയും നാട്ടുകാരെയും വെള്ളം കുടിപ്പിച്ചത്. 2 സ്ത്രീകളെ മർദ്ദിച്ച കേസിൽ പൊൻകുന്നം പോലീസാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. മെഡിക്കൽ പരിശോധന പൂർത്തിയാക്കി തിരിച്ച് പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോൾ നെഞ്ചുവേദന ഉണ്ടെന്ന് ജ്യോതിഷ് കുമാർ പോലീസിനോട് പറഞ്ഞു. വീണ്ടും ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് പോലീസിനെ കബളിപ്പിച്ച് ഇയാൾ കെട്ടിടത്തിന് മുകളിൽ കയറിയത്. ഫയർഫോഴ്സ് യൂണിറ്റ് ഉൾപ്പെടെ എത്തിയ എല്ലാ സന്നാഹങ്ങളും ഒരുക്കി വലിയ ഏണി വെച്ച് താഴെയിറക്കാൻ ശ്രമം നടത്തുന്നതിനിടെ ഫോൺ വേണമെന്ന് ഇയാൾ ആവശ്യപ്പെടുകയായിരുന്നു. ഇത് നൽകാനെന്ന വ്യാജേന മുകളിൽ കയറിയ ഉദ്യോഗസ്ഥരാണ് ജ്യോതിഷ് കുമാറിനെ കീഴ്പ്പെടുത്തിയത്. താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നാണ് ജ്യോതിഷിന്റെ വാദം. ന്യൂസ് 18 കോട്ടയം. അപ്പൊ എൽദോ, ഇന്ന് വയോജന ദിനമാണ്, അതുകൊണ്ട് നമുക്കൊരു അതിഥി കൂടിയുണ്ട്. വളരെ വേഗം അദ്ദേഹത്തിലോട്ട് കൂടി പോകാം. നമ്മുടെ ഒരു പ്രേക്ഷകനാണ്. അപ്പോൾ പ്രേക്ഷകർക്കും ന്യൂസ് 18 സ്ക്രീനിലെത്താനുള്ള അവസരം നമ്മൾ ഒരുക്കുന്നുണ്ടല്ലോ. ഫറൂഖ് അഹമ്മദ് ആണ് നമ്മോടൊപ്പം ചേരുന്നത്. ഫറൂഖ്, ഗുഡ് മോർണിംഗ്, സ്വാഗതം മോർണിംഗ് വൈബ്സിലേക്ക്. ഫറൂഖ് ഈ വയോജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് എന്ന് മനസ്സിലാക്കുന്നത്. എങ്ങനെയൊക്കെയാണ് ഫറൂഖിന്റെ പ്രവർത്തനങ്ങൾ? ഫറൂഖ്, വയോജനങ്ങൾ, അതായത് നമ്മുടെ വൃദ്ധസദനത്തിലും മറ്റും തള്ളപ്പെട്ട മാതാപിതാക്കളുടെ നീതിക്ക് വേണ്ടി ഒരു പോരാട്ടം നടത്തുന്ന, നിയമ പോരാട്ടം നടത്തുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കഴിഞ്ഞ 10 വർഷത്തോളമായി അത് കണ്ണൂരിൽ വെച്ചിട്ടായിരുന്നു തുടക്കം കുറിച്ചത്. അപ്പൊ അത് സസ്നേഹം എന്നുള്ള പദ്ധതി വഴി 10-60 പേരെ പുനരധിവസിപ്പിക്കാനും സാധിച്ചു. ഇതിനെ തുടർന്ന് കഴിഞ്ഞ അതായത് സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രിക്ക് നിവേദനം കൊടുക്കുകയും അതിനെ തുടർന്നുള്ള ഒരു നിയമങ്ങളൊക്കെ ഇറക്കിയിരുന്നു. ഇപ്പൊ 2007 പാർലമെന്റിൽ ഒരു നിയമം പാസ്സാക്കിയിരുന്നത്. അപ്പൊ ആ നിയമത്തെ ഭേദഗതി വരുത്തിക്കൊണ്ട് പുതിയൊരു കരട് വിജ്ഞാപനം ഇപ്പം വരാൻ പോകുന്നുണ്ട്. ഓൾറെഡി അതിന്റെ കരട് വിജ്ഞാപനം വന്നതാണ്. പുതിയൊരു ഭേദഗതി ബില്ല് വരാൻ പോകുന്നുണ്ട്. അതിന്റെ കരട് വിജ്ഞാപനം വന്നതാണ്. ഇനി അടുത്ത് തന്നെ അതൊരു ബില്ല് പാസ്സാകും. എന്ത് ഗുണമാണ് അവർക്ക് കിട്ടുക എന്ന് കൂടി പറയൂ ഈ വയോജന ദിനത്തിൽ. വയോജന ദിനത്തിൽ എന്ന് പറയും, ഇത് വയോജന ദിനം എന്ന് പറയുന്നത് ഇത് ഒക്ടോബർ 1 ഒരു ഓർമ്മപ്പെടുത്തൽ ഇതിലുപരി മറ്റുള്ള ദിവസങ്ങളിലും ഈ സ്വന്തം മക്കളിൽ നിന്ന് പോലും കടുത്ത ക്രൂരതയ്ക്ക് ഇരയായിട്ടുള്ള എത്രയോ പേരുണ്ട്, എത്രയോ മാതാപിതാക്കൾ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ വൃദ്ധസദനത്തിൽ എത്തിപ്പെട്ട മാതാപിതാക്കളിൽ സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ കണക്ക് പ്രകാരം 46% പേർക്കും മക്കളും അടുത്ത ബന്ധുക്കളൊക്കെ ഉണ്ട് എന്നാണ്. ഇവരിൽ ഭൂരിപക്ഷം പേരും എത്തിപ്പെടുന്നത് ഉദാരമതികളായ അവരുടെ സഹായത്തിൽ, അതായത് ഇപ്പൊ സോഷ്യൽ വർക്കറുടെയൊക്കെ സഹായത്താൽ തെരുവിൽ നിന്നും മറ്റുമൊക്കെയാണ്. അപ്പൊ ഈ രീതിയിൽ ക്രൂരമായ രീതിയിൽ പീഡിപ്പിക്കപ്പെടുന്ന സ്വന്തം മക്കളിൽ നിന്ന് ക്രൂരമായ രീതിയിലുള്ള മർദ്ദനങ്ങളും ഒക്കെ ഏറ്റിട്ടാണ് പലവരും വൃദ്ധസദനത്തിലും മറ്റുമൊക്കെ എത്തിപ്പെടുന്നത്. ഇത്തരം മക്കൾക്കെതിരെ കടുത്ത നിയമ നടപടിയെടുക്കാനുള്ള ഒരു വകുപ്പ് തന്നെ നമ്മുടെ നിയമങ്ങളിലുണ്ട്. പക്ഷെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, അതൊക്കെ ഒരു നോക്കുകുത്തികളാവുന്ന ഒരു അവസ്ഥയിലേക്കാണ് എത്തിപ്പെടുന്നത്. അതുകൊണ്ടായിരിക്കാം ഇത്തരം സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ക്രമാതീതമായി വർദ്ധിക്കുന്നതിന്റെ പ്രധാന കാരണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരി ശരി. നമുക്ക് ഈ സമയത്തിന്റെ ഒരു പരിമിതി കൊണ്ടാണ് വളരെ പെട്ടെന്ന് ഇടപെട്ടത്. എന്തായാലും സന്തോഷം താങ്കളുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ ഇങ്ങനെ അറിയുന്നതിലും അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുന്നതിലും. ഇനി ഒരുപാട് മുന്നേറാൻ കഴിയട്ടെ ഈ മേഖലയിലും ആ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകാൻ എല്ലാവിധ ആശംസകളും നേരുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പോൾ മോർണിംഗ് വൈബ്സിന്റെ സമയം ഏറെക്കുറെ അവസാനിക്കുന്നു അശ്വതി. അപ്പോൾ അതാണ്, അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി സംസാരിക്കായിരുന്നു. എന്തായാലും സംസാരിക്കാൻ എൽദോയ്ക്ക് സമയം തരാം ഇനി. അപ്പോൾ മോർണിംഗ് വൈബ്സ് ഇവിടെ പൂർണ്ണമാകുമ്പോൾ എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുകയാണ്. വീണ്ടും കാണാം. നമസ്കാരം.